നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി അൽ-അമീൻ കോളേജ് ഫോക്ലോർ ക്ലബ് മെമ്പറും ഹിന്ദി വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ ശാലിനിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? യെസ് മിസ്സേ, കേൾക്കാം, പറഞ്ഞോളൂ. അൽ-അമീൻ കോളേജ് മലയാള വിഭാഗത്തിന്റെയും ഫോക്ലോർ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലിറ്റ് ഫോക്ക് 2020 പ്രഭാഷണ പരമ്പരകളിലെ 4ാം ദിവസമാണ് ഇന്ന്. ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ നാടോടി പാരമ്പര്യം എന്നതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. പ്രഭാഷകനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിൽ ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുകയും നിലവിൽ ഫാറൂഖ് കോളേജിൽ അധ്യാപകനും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ അസീസ് തരുവണ അവർകളെയാണ്. അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. വയനാടൻ രാമായണം, പ്രവാചകന്റെ കണ്ണുകൾ, ജിബ്രാന്റെ കഥകൾ, ബഷീർ ഫലിതങ്ങൾ എന്നിവ അവയിൽ ചിലത് മാത്രം. വയനാടൻ രാമായണം എന്ന ഗ്രന്ഥത്തിന് അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഡോക്യുമെന്ററി മേഖലയിലും വിവർത്തന സാഹിത്യത്തിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ മുന്നണിയിലും പിന്നണിയിലുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഡോക്ടർ അസീസ് തരുവണയെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എടത്തല അൽ-അമീൻ കോളേജിലെ മലയാള വിഭാഗവും ഫോക്ലോർ ക്ലബും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ വെബിനാർ സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ നാടോടി രൂപങ്ങൾ എന്നതാണ്. ഇന്ത്യൻ ഇതിഹാസങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും രാമായണവും മഹാഭാരതവുമാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഗവേഷണ വിഷയം ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ വയനാട് ജില്ലയിൽ എന്നതായിരുന്നു. ആ വിഷയത്തെ ആസ്പദമാക്കി ഞാൻ ചെയ്ത PhD മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വയനാടൻ രാമായണം എന്ന പേരിൽ മാതൃഭൂമിയാണ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തത്. ഇംഗ്ലീഷിൽ ദ രാമായണസ് ഓഫ് വയനാട് എന്ന പേരിൽ ബോംബെയിലെ വികാസ് പബ്ലിക്കേഷൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വിഷയം സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് A.K. രാമാനുജന്റെ വളരെ പ്രസിദ്ധമായ 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ആ ലേഖനം ആരംഭിക്കുന്ന ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ്. ആ കഥയാണ് എനിക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നല്ല വഴി എന്ന് ഞാൻ കരുതുന്നു. കഥ ഇതാണ്: ശ്രീരാമന്റെ കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരം ഒരു ദിവസം അറിയാതെ അത് ഊരി താഴേക്ക് വീഴുന്നു. അത് ഉരുണ്ടുരുണ്ട് പോയി ഒരു മാളത്തിലൂടെ പാതാള ലോകത്തേക്ക് എത്തുന്നു. ഉടനെ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ ഹനുമാനോട് ആവശ്യപ്പെടുകയാണ്. ഹനുമാന്റെ പ്രത്യേകത നമുക്കറിയാം. ഹനുമാന് വളരെ വലിയ രൂപത്തിലേക്ക് വളരാൻ പറ്റും, അതുപോലെ ഉറുമ്പിനോളം ചെറുതാവാനും പറ്റും. ഉടനെ തന്നെ ഹനുമാൻ ആ മാളത്തിലൂടെ പാതാള ലോകത്തേക്ക് പോകുന്നു. പാതാള ലോകത്തേക്ക് എത്തിയപ്പോൾ അവിടെ പ്രേതാത്മാക്കളുടെ രാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എന്തിനാണ് വന്നത് എന്ന കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഹനുമാൻ പറയുന്നു, എൻ്റെ രാമന്റെ മോതിരം നഷ്ടപ്പെട്ടു, അത് ഈ പാതാളത്തിലേക്ക് വന്ന് വീണിട്ടുണ്ട്, അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന്. ഉടനെ പ്രേതാത്മാക്കളുടെ രാജാവ് ഒരു താലത്തിൽ അനേകം മോതിരങ്ങളുമായി ഹനുമാന്റെ മുമ്പിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഹനുമാൻ ആകെ കുഴങ്ങിപ്പോകുന്നു. കാരണം ഇതിൽ ഏത് മോതിരമാണ് താൻ എടുക്കേണ്ടത് എന്ന് ഹനുമാന് മനസ്സിലാവുന്നില്ല. പ്രേതാത്മാക്കളുടെ രാജാവ് ആ സമയത്ത് അദ്ദേഹത്തോട് പറയാണ്, എത്ര രാമന്മാരുണ്ടോ അത്രയും മോതിരങ്ങൾ ഇതിലുണ്ട്. രാമന്റെ ഒരു അവതാരം പൂർത്തിയാകുമ്പോൾ മോതിരം ഇതേപോലെ ഊരി താഴേക്ക് വരും. ഞാൻ അവയെല്ലാം
ശേഖരിക്കുകയായിരുന്നു എന്ന്. കൂടെ അദ്ദേഹം ഒരു കാര്യവും കൂടി പറഞ്ഞു. തന്റെ രാമന്റെ മോതിരം തിരഞ്ഞെടുത്തു കൊള്ളാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു കാര്യവും കൂടി അറിയിച്ചു, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിങ്ങളുടെ രാമൻ ഉണ്ടാവില്ല. ലവകുശന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച് ഹനുമാന്റെ രാമൻ സരയുവിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പ്രേതാത്മാക്കളുടെ രാജാവ് പറയാണ്. രാമന്റെ അനേകം മോതിരങ്ങൾ പോലെ അനേകം രാമന്മാരുണ്ട്, അനേകം രാമായണങ്ങളുമുണ്ട്. തുളസീദാസിന്റെ രാമചരിത മാനസത്തിന്റെ തുടക്കത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, രാമ ഈസ് ബോൺ ഇൻ കൗണ്ട്ലെസ് വേസ്, ദർ ആർ ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് രാമായണാസ് എന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഒരൊറ്റ ഇതിഹാസ കൃതിയല്ല ഉള്ളത്, ഒരൊറ്റ രാമായണമല്ല ഉള്ളത്, അനേകം രാമായണങ്ങളാണ്. വാൽമീകി രാമായണം എന്ന ഒരൊറ്റ ടെക്സ്റ്റ് അല്ല നമുക്കുള്ളത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും രാമായണങ്ങളുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ, സിലോൺ, ചൈന, വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ രാമായണം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നുണ്ട്. ഈ രാമായണങ്ങളെല്ലാം തന്നെ ഡിഫറെന്റ് ആണ്, ഒന്നല്ല. രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് നിരന്തരം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമാണ്. അതിന്റെ വേരുകൾ ഭാരതീയമാണെങ്കിലും അതിന്റെ ശാഖോപശാഖകൾ ഇന്ത്യക്കപ്പുറത്തേക്ക് വളർന്ന് വികസിക്കുകയും ഏഷ്യൻ രാജ്യങ്ങളിലെ മൊത്തം സാഹിത്യത്തെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് അത് വളരുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് രാമായണത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി നാം പറയാറുള്ളത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും പുതിയ പുതിയ ആസ്വാദന തലങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ ഒരു സാഹിത്യ പാരമ്പര്യത്തിന്റെ പേരാണ് രാമായണം എന്നത്. അത് കേവലം ഒരു മതപാഠമല്ല, അത് സാംസ്കാരിക പാഠമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിട്ടുള്ളത്. അക്കാര്യം ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. പക്ഷെ രാമായണത്തിന്റെ ഇതിവൃത്തം എന്ന് രൂപപ്പെട്ടു എന്ന് നമുക്ക് ഖണ്ഡിതമായി പറയുവാനുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. കാരണം കൃത്യമായ ഒരു ഡേറ്റ് രാമായണത്തിനില്ല. ഞാൻ ഇവിടെ വാൽമീകി രാമായണമാണ് സവിശേഷമായി ഉദ്ദേശിക്കുന്നത്. അത് കാലഗണനയെ കുറിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. HD സംഗാലിയ, അദ്ദേഹം വലിയ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ രാമായണ പഠനങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മധ്യപ്രദേശിലെ 2 ഗോത്രങ്ങൾക്ക് ഇടയിൽ നടന്ന കഥയാണ് രാമായണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കഥയുടെ ബീജം തീർച്ചയായിട്ടും ഈ ഒരു ഗോത്രങ്ങൾക്കിടയിൽ നടന്ന കഥയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആദിയിൽ അല്ലെങ്കിൽ ആരംഭകാലത്ത് കേവലം ഒരു നാടോടി കഥയായിരുന്ന അല്ലെങ്കിൽ വളരെ ചെറിയൊരു കഥയായിരുന്ന രാമായണ ഇതിവൃത്തത്തെ പിന്നീട് കവികളും കലാകാരന്മാരും പാടിയും പറഞ്ഞും പുകഴ്ത്തി പൊലിപ്പിച്ച് വികസിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയുവാനുള്ളതിന് നിരവധി എവിഡൻസ് ലഭ്യമാണ്. വാൽമീകി രാമായണം വാൽമീകിയുടെ ശിഷ്യന്മാർക്ക് മനഃപ്പാഠമായിരുന്നു എന്നും അവര് പാടി നടന്നുവെന്നും വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. കുശീലവന്മാർ രാമായണം പാടി പറഞ്ഞ് ഈ കഥ പറഞ്ഞുകൊണ്ട് രാമന്റെ കൊട്ടാരത്തിൽ തന്നെ പോകുന്നതായിട്ട് കഥയിൽ പറയുന്നുണ്ട്. കഥയിൽ തന്നെ കഥാപാത്രം ഇടപെടുന്ന രീതി നമ്മൾ പോസ്റ്റ് മോഡേൺ കഥയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ രാമായണത്തിൽ നമുക്ക് ആ രീതിയിൽ ഓദർ കഥയിലെ കഥാപാത്രമാണ്, വാൽമീകി തന്നെ കഥാപാത്രമാണ്. അതേപോലെ തന്നെ വാൽമീകി രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾക്കിടയിൽ കഥാപാത്രങ്ങൾ തന്നെ ചിലപ്പോ കഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിൽ സീത രാമനോട് കാട്ടിൽ പോകുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. രാമൻ പലവിധ തടസ്സങ്ങൾ പറയും. കാട്ടിൽ പോയാൽ അവിടെ കല്ലുണ്ട്, മുള്ളുണ്ട്, ഹിംസ മൃഗങ്ങളുണ്ട്, വളരെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോ സീത സാഹികെട്ട് അവസാനം പറയുന്നുണ്ട്, പല കവികൾ എഴുതിയ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ആ കഥയിലൊന്നും തന്നെ സീതയെ കൂട്ടാതെ രാമൻ കാട്ടിൽ പോയിട്ടില്ല, അതുകൊണ്ട് കഥ തെറ്റിക്കരുത് എന്ന് സീത അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമായണങ്ങൾ പലവും കവിവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിന് എന്ന് പോയിട്ടുള്ളൂ, ഒന്നും പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല എന്നാണ് സീത പറയുന്നത്. അപ്പോ സീതക്ക് തന്നെ അറിയാമായിരുന്നു ഇങ്ങനെ അനേകം കഥകളുണ്ട് എന്ന് എഴുത്തച്ഛനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ രാമായണത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏറെ പരിചിതമായ 2-3 ടെക്സ്റ്റുകൾ, ഒന്ന് വാൽമീകി രാമായണമാണ്, മറ്റൊന്ന് നമ്മുടെ എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണമാണ്, തുളസീദാസിന്റെ രാമചരിത മാനസമാണ്. ഇങ്ങനെ കുറച്ച് ടെക്സ്റ്റുകളുടെ പേരെ നമുക്കറിയൂ.
പക്ഷെ വാൽമീകി രാമായണം എഴുതുന്ന കാലത്തോ അതിനടുത്ത കാലത്തോ ആയി കുറഞ്ഞത് 19 മഹർഷിമാരെങ്കിലും രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പല ഗവേഷകരും പറയുന്നത്. ശ്രീരാമദാസ ഗൗഡർ തന്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ 19 രാമായണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 19 രാമായണങ്ങളിലെ കഥാസംഗ്രഹവും അദ്ദേഹം നൽകുന്നുണ്ട്. ആ രാമായണങ്ങളൊന്നും തന്നെ ചെറിയ കൃതികളല്ല, വലിപ്പം കൊണ്ട് വളരെ വലിയ കൃതികളാണെന്ന് കാണാൻ പറ്റും. അതിലെ ഒരു അസീസ് മാഷെ കേൾക്കാൻ കഴിയുന്നില്ല, മ്യൂട്ടായി പോയിട്ടുണ്ട്. അസീസ് മാഷെ. ഹലോ, ഇപ്പൊ മാത്രമാണോ മ്യൂട്ടായത്, അല്ലെങ്കിൽ തുടക്കത്തിലെ ജസ്റ്റ് മുട്ടായതാണ് അല്ലെ? ഇപ്പൊ അല്ലേ മുട്ടായത്? ഓക്കെ. അപ്പോ ഹിന്ദുത്വം എന്ന കൃതിയിൽ ശ്രീരാമദാസ ഗൗഡർ 19 രാമായണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 19 രാമായണങ്ങളും വാൽമീകി രാമായണത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. അപ്പോ അതിന്റെ പേരുകൾ മാത്രം ഞാൻ പറയുന്നു, അതിന്റെ കഥാസംഗ്രഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എന്റെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട്. അതിൽ ഒരു രാമായണത്തിന്റെ പേര് മഹാരാമായണം എന്നാണ്. 24,000 ശ്ലോകങ്ങളുള്ള ഒരു രാമായണമാണത്. അതേപോലെ സംവൃത രാമായണം 32,000 ശ്ലോകങ്ങളുണ്ട്. ലോമശ രാമായണം, അതേപോലെ തന്നെ അഗസ്ത്യ രാമായണം, മഞ്ജുള രാമായണം, സൗപത്മ രാമായണം, രാമായണ മഹാമാല, അതേപോലെ തന്നെ രാമായണ മണിരത്നം, ചന്ദ്ര രാമായണം, സുവർച്ചസ രാമായണം, ദേവരാമായണം, അത് 10,000 ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ്. അതേപോലെ തന്നെ ശ്രവണ രാമായണം, ദുരന്ത രാമായണം, രാമായണ ചമ്പു, ഇങ്ങനെ 19 രാമായണങ്ങളെ കുറിച്ച് ശ്രീരാമദാസ ഗൗഡർ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ അഗസ്ത്യ രാമായണം അഗസ്ത്യമുനി എഴുതിയതാണ്. അതേപോലെ തന്നെ ലോമശ മഹർഷി, ഇങ്ങനെ മഹർഷിമാരുടെ, നാരദ മഹർഷി എഴുതിയ രാമായണം. സംവൃത രാമായണം എഴുതിയത് നാരദ മഹർഷിയാണെന്നാണ് പറയുന്നത്. പുരാണത്തിൽ നാരദ മഹർഷി നമുക്കറിയാം ഗായകനായിരുന്നു. പുരാണങ്ങളിൽ സാർവത്രികമായി കാണപ്പെടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് നാരദൻ. ഇങ്ങനെ നിരവധി രാമായണങ്ങൾ പൗരാണിക കാലത്തു തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ രാമായണങ്ങളുടെ ആവിഷ്കാര രീതിയും ഡിഫറെന്റ് ആയിരുന്നു. കാരണം ഇതേ സമയം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ 19 രാമായണങ്ങൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാൽമീകി രാമായണം അടക്കമുള്ള മറ്റ് ടെക്സ്റ്റുകൾ, ഇതിൽ ഒരുപക്ഷെ ഏറ്റവും ക്ലാസിക്കലായി മാറിയ രചനയായിരിക്കാം വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തെ കൂടാതെ, ഈ 19 രാമായണങ്ങൾ കൂടാതെ വേറെയും നിരവധി രാമായണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ലഭ്യമല്ല. ഞാൻ ഈ പറഞ്ഞ 19 രാമായണങ്ങളിൽ പലതും ഇപ്പോ നമുക്ക് ലഭ്യമല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിരവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ രാമായണം ആരാണ് ആദ്യം രചിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പെട്ടെന്ന് വാൽമീകി എന്ന് പറയും, കാരണം നമ്മൾ എങ്ങനെയാ പറയുന്നത്, ആദി കവി എന്നാണ് വാൽമീകിയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ വാമൊഴി രാമായണങ്ങളിൽ വളരെ ഡിഫറെന്റ് ആയ രാമായണ കർത്തൃത്വങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹനുമാനാണ് രാമായണം എഴുതിയത് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ഹനുമാൻ രാമായണം എഴുതി ഒരു മലമുകളിൽ നിന്ന് അത് ചുറ്റും വിതറി അത് പെറുക്കിക്കൂട്ടുക മാത്രമാണ് വാൽമീകി ചെയ്തത് എന്ന് പറയുന്ന ഒരു നാടോടി കഥ ഉണ്ട്. അപ്പൊ ഈ കഥയിലും സംഭവം ഇതാണ്: രാമൻ സീതയെ പരിത്യജിച്ച ശേഷം ഹനുമാൻ ഏറെ വേദന അനുഭവിക്കുകയാണ്. കാരണം ഹനുമാൻ അങ്ങേയറ്റം രാമഭക്തനായിരുന്നു. ആ ഒരു സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ഹനുമാൻ രാമന്റെ ചരിത്രം, രാമന്റെ കഥ പാറകളിലും മറ്റും എഴുതി വെക്കുകയാണ്. അപ്പൊ ഒരു ദിവസം അതുവഴി വന്ന വാൽമീകി കഥയൊക്കെ വായിക്കാൻ ഇടയാവുന്നു. എന്നിട്ട് വാൽമീകി പറയാണ്, ഞാൻ ഈ കഥകൾ ഹൃദയഹാരിയായ ഭാഷയിൽ മനോഹരമായിട്ട് ആവിഷ്കരിക്കും എന്ന് പറയാണ്. അപ്പൊ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഈ കഥ മറ്റൊരാൾ ആവിഷ്കരിക്കുന്നത് പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്രയേറെ രാമനോടും സീതയോടും ഹനുമാൻ ഇഷ്ടമുണ്ട്. അപ്പോ ഹനുമാൻ ചെയ്യുന്നത് ഉടനെ ആ രാമായണ എഴുതി വെച്ച കല്ലുകളും മറ്റും എടുത്ത് ചുറ്റും വിതറുകയാണ്. ആ വിതറിയതെടുത്ത് കലക്ട് ചെയ്യാണ് വാൽമീകി ചെയ്തത് എന്ന് പറയുന്ന ഒരു നാടോടി കഥയുണ്ട്. നമ്മുടെ അട്ടപ്പാടിയിൽ വരകമ്പാടി ഊരിലും ഊത്തുക്കുടി ഊരിലുമുള്ള ആദിവാസികൾ വാൽമീകി മഹർഷി രാമായണം എഴുതി നേരിട്ട് വന്ന് അവർക്ക് നൽകി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വാൽമീകി രാമായണം എഴുതിയത് സംസ്കൃതത്തിലല്ല, തമിഴിലാണെന്നാണ് അവരുടെ വിശ്വാസം. ശ്രീരാമ കുശലവ നാടകം എന്ന ഒരു നാടകം തന്നെ അവരുടെ ഇടയിലുണ്ട്. അത് അവർ എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട്.
അത് വളരെ ഡിഫറെന്റ് ആയ ഒരു രാമായണ ടെക്സ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാൽമീകി രാമായണം എന്നത് പോലും ഒരൊറ്റ ടെക്സ്റ്റ് ആയിട്ടല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. വാൽമീകി രാമായണത്തിന് പോലും 3 ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഒരേ കൃതിക്ക് തന്നെ 3 ടെക്സ്റ്റുകൾ, ഗൗഡീയം, ദക്ഷിണാത്തീയം, പശ്ചിമോത്തരീയം എന്നാണ് ഈ 3 ടെക്സ്റ്റുകൾ അറിയപ്പെടുന്നത്. ഇത് 3ഉം ഡിഫറെന്റ് ആണ്. ശ്ലോകങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ശ്ലോകങ്ങളിൽ വ്യത്യാസമുണ്ട്, പലയിടത്തും കഥയിൽ പോലും വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയ രീതിയിൽ തന്നെ ഒരു കൃതി പോലും നിലനിൽക്കുകയാണ്. ഇതിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമുണ്ട്, വാൽമീകി രാമായണം എഴുതപ്പെട്ടത് ഏത് കാലത്താണ് എന്ന്. പലയിടത്തും പ്രഭാഷണത്തിന് പോകുമ്പോൾ ഈ ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ സമാനമായ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യൻ മിത്തോളജിയെ നമ്മുടെ ഭരണകൂട പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവിടെ ചില സ്കോളേഴ്സ് എന്നോട് ചോദിച്ച ചോദ്യം, ഏതു കാലത്താണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത് എന്നാണ്. ഈ ചോദ്യം തീർച്ചയായിട്ടും ഇതിന് 2 ഉത്തരങ്ങളുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ ഉത്തരം വിശ്വാസികളുടെ ഒരു കാലഗണനയാണ്, അല്ലെങ്കിൽ രാമായണത്തിന്റെ ഉള്ളിൽ തന്നെ വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്ന ഒരു കാലഗണനയാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തത് ഗവേഷകരായ പണ്ഡിതന്മാരായ ആളുകളുടെ അഭിപ്രായമാണ്. രാമായണം അനുസരിച്ച് യോജന കണക്കനുസരിച്ച് അല്ലെങ്കിൽ യുഗ കണക്കനുസരിച്ച് 1,81,49,115 വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത്. ഞാൻ ഉദ്ധരണികളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇതിനൊക്കെ 100 ഉദ്ധരണി നടത്താൻ പറ്റും. ഞാൻ എൻ്റെ തീസിസിലും എൻ്റെ പുസ്തകത്തിലും ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോ ഈ ഒരു കാലഗണന നമുക്കറിയാം, യുഗങ്ങളുടെ ഒരു കാലദൈർഘ്യം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്താ പറയാ, കലിയുഗത്തിലാണ്. അതിനു മുമ്പുള്ള യുഗങ്ങൾ, ആ യുഗങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ചില വിദഗ്ധന്മാർ ഇത് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു മിത്തിക്കൽ കാലമാണ്. ഈ യുഗ കണക്ക് എന്നത് തന്നെ ഒരു മിത്തിക്കൽ കാലമാണ്, അതൊരിക്കലും ഹിസ്റ്റോറിക്കൽ അല്ല. ഇങ്ങനെയുള്ള ഒരു കാലഗണനയിൽ ഒരിക്കലും അതൊരു വിശ്വാസിക്ക് അങ്ങനെ വിശ്വസിക്കാം, കഥയിൽ അങ്ങനെ പറയാം. പക്ഷേ അത്ര 1,81,00,000 വർഷം മുമ്പ് മനുഷ്യ സമുദായം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം പോലും തീർച്ചയായിട്ടും ഇവിടെ പ്രസക്തമല്ല. കാരണം ഇത് കഥയാണ്, അത് ഐതിഹ്യമാണ്. ഐതിഹ്യമായതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. അതേസമയം രാമായണത്തെ കുറിച്ച് സവിശേഷമായി പഠനം നടത്തിയ പൗരസ്ത്യ പണ്ഡിതന്മാരും അതേപോലെ തന്നെ പാശ്ചാത്യ പണ്ഡിതന്മാരും, അവരാണ് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്, വസ്തുനിഷ്ഠമായ പഠനം. അവരുടെ കാലഗണന അനുസരിച്ച്, അവരുടെ നിഗമനങ്ങൾ അനുസരിച്ച് പല രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ യാക്കോബി എന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹം വലിയ ഗവേഷണം നടത്തിയ ആളാണ്, BC 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടക്കാണ് വാൽമീകി രാമായണം സംഭവിച്ചത് അല്ലെങ്കിൽ എഴുതപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലേഗൽ എന്ന പണ്ഡിതന്റെ അഭിപ്രായത്തിൽ BC 11-ാം നൂറ്റാണ്ടിലാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത്. ഞാൻ ഇതൊന്നും എവിടെ നിന്നൊന്നും കോട്ട് ചെയ്യാൻ പോകുന്നില്ല, നമ്മുടെ ഈ സംസാരത്തിനെ പോലും അതൊരു തരം ബോറടിപ്പിക്കും. അതേപോലെ തന്നെ G. ഗൊരേസിയോ എന്ന പണ്ഡിതന്റെ അഭിപ്രായത്തിൽ ഏകദേശം BC 12-ാം നൂറ്റാണ്ടിലാണ് വാൽമീകി രാമായണം സംഭവിക്കുന്നത്. ഇന്ത്യൻ പണ്ഡിതനായ CB വൈദ്യയുടെ അഭിപ്രായത്തിൽ BC 2-ാം നൂറ്റാണ്ടിലാണ് വാൽമീകി രാമായണം സംഭവിച്ചത്. അവിടെ ഒരു ചോദ്യം പ്രസക്തമായി വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധന്റെ കാലമല്ലേ എന്ന്. അക്കാര്യം ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അതേപോലെ AB കീത്ത് എന്ന വെസ്റ്റേൺ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ BC 4-ാം നൂറ്റാണ്ടിന് മുമ്പാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത്. ഇതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിച്ച, ഒരുപക്ഷെ രാമായണത്തെ കുറിച്ചുള്ള ഒരു എൻസൈക്ലോപീഡിയ എന്ന നമുക്ക് പറയാൻ പറ്റുന്ന രാമകഥ ഉത്ഭവവും വളർച്ചയും, രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന ഗ്രന്ഥം എഴുതിയ ഫാദർ കാമിൽ ബുർക്കെ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഇതിനെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് BC 300-ാം ആണ്ടിന് മുമ്പ് എന്നാണ്. കാമിൽ ബുർക്കെ കൂടി കുറിച്ച് ഒരു 2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ബെൽജിയം സ്വദേശിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഒരു ജസ്യൂട്ട് പാതിരിയായിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹം ഹിന്ദി ഭാഷയിൽ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഡിഗ്രി എടുത്തു. സംസ്കൃതത്തിൽ BA ഡിഗ്രി എടുത്തു. അതിനുശേഷം അദ്ദേഹം അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഹിന്ദി ഭാഷയിലും സാഹിത്യത്തിലും MA ഡിഗ്രി എടുത്തു. അതിനുശേഷം രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന വിഷയത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്തു, PhD ചെയ്തു.
ആ ഗവേഷണ പ്രബന്ധമാണ് ഒരർത്ഥത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും ആഴമാർന്ന രാമായണ ഗവേഷണ പ്രബന്ധം എന്ന് ഞാൻ പറയും. മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രിയപ്പെട്ട പുസ്തകം എന്ന കോളത്തിൽ ഞാൻ ആ കൃതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം കാമിൽ ബുൽക്കയുടെ അഭിപ്രായം ഞാൻ അതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്. BC 300 ആണ്ടിന് മുമ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത HD സംഗാരിയ രാമായണവും പുരാവസ്തു ഗവേഷണവും എന്ന വിഷയത്തെക്കുറിച്ച് നാഗ്പൂർ സർവകലാശാലയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാമായണത്തിന്റെ കാലം BC 1000 ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ കഥ നടക്കുന്നത് പിന്നീട് നാടോടിയായിട്ട് കുറെ കാലം അത് പ്രചരിച്ചു. ആ പ്രചരിച്ച കഥയെ AD-യുടെ ആരംഭത്തിലാണ് ലിഖിത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു BC 2-ാം നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധന് ശേഷമുള്ള ഒരു കാലമാണ്. തീർച്ചയായിട്ടും ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലമായിരിക്കാം ഈ രചനാകാലത്തിൽ, ഈ പറയപ്പെടുന്ന കാലത്ത് തീർച്ചയായിട്ടും മഹാത്മാ ബുദ്ധൻ ജീവിച്ചിരിപ്പുണ്ട്. ഇതിന് ചില ഗവേഷകർ പറയുന്ന ഒരു ഉത്തരം അത് ശരിയായിരിക്കാം. കാരണം വാൽമീകി രാമായണത്തിന്റെ ഗൗഡീയ പാഠത്തിൽ ബുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജവാലി വൃത്താന്തത്തിൽ രാമൻ പറയുന്നുണ്ട്, ബുദ്ധൻ നാസ്തികനും ചോരനുമാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ യുക്തിവാദിയും കള്ളനുമാണ്, അയാളുമായിട്ട് അടുക്കരുത് എന്ന് രാമൻ പറയുന്നുണ്ട്. യഥാഹി ചോര സതതാഹി ബുദ്ധസ്തഥാഗതം നാസ്തിക മാത്ര വിദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാർ പറയുന്നത് വാൽമീകി രാമായണം എഴുതുന്ന കാലത്ത് കോസലത്തിലും മറ്റും ബൗദ്ധ എന്നും അതിന്റെ സ്വാധീനത്തിൽ തീർച്ചയായിട്ടും വാൽമീകി പെട്ടിരുന്നു എന്നും ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട്. അഹിംസ പോലുള്ള തത്വങ്ങൾ, ഒരു കിളിയെ അമ്പെയ്ത് വീഴ്ത്തുമ്പോ ഇത്രയേറെ ദുഃഖിതനാവുന്ന ഒരവസ്ഥ അത് വൈദിക പാരമ്പര്യത്തിൻ്റെതല്ല, അത് തീർച്ചയായും ബൗദ്ധ പാരമ്പര്യത്തിൻ്റെതാണ് എന്ന് ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. രാമായണം എന്നത്, അതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴുള്ള ഒരു തെറ്റിദ്ധാരണ, ഇതൊരു ഹൈന്ദവ ടെക്സ്റ്റ് മാത്രമാണ്, ഒരു ഭക്തി കാവ്യമാണ് എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് മാത്രമല്ല എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്നെ ബുദ്ധമതത്തിൽ അവർക്ക് അവരുടേതായ രാമായണമുണ്ട്. ബൗദ്ധമതത്തിൽ ഒന്നിലേറെ രാമായണങ്ങളുണ്ട്. ബൗദ്ധ ദശരഥ ജാതകം, ബൗദ്ധ അനാമകൻ ജാതകം എന്നൊക്കെ പറയുന്ന കൃതികൾ രാമായണത്തിന് അല്ലെങ്കിൽ ബൗദ്ധ പാഠങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ജൈന മതസ്ഥർക്ക് അവരുടേതായ രാമായണമുണ്ട്. വിമലാസുരി എഴുതിയ പൗമചരീയം എന്ന കൃതി വളരെ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രബല മതങ്ങളെല്ലാം തന്നെ, ഇസ്ലാം മതത്തെ, ഇന്ത്യയിലേക്ക് വന്ന ഇസ്ലാം മതത്തെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ദലിത് സമുദായങ്ങളെ, അതേപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളെ ഒക്കെ തന്നെ രാമായണം പല വിധത്തിൽ സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബൗദ്ധ രാമായണം ഒരിക്കലും വാൽമീകി രാമായണത്തിന്റെ ഒരു കോപ്പിയാണെന്ന് പറയാൻ പറ്റില്ല. ചില വെസ്റ്റേൺ പണ്ഡിതന്മാർ അവരുടെ നിഗമനങ്ങളിൽ പറയുന്നത് ആദ്യം ഉണ്ടായത് വാൽമീകി രാമായണമല്ല, ബൗദ്ധ ദശരഥ ജാതകമാണ് എന്നും അതിൽ നിന്ന് അതാണ് അതിന്റെ മൂലരൂപവും എന്നൊക്കെ പറയുന്ന ഗവേഷകന്മാരുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. വളരെ എന്താ പറയാ, ഒരു നീണ്ട വിഷയമായതുകൊണ്ട് ധാരാളം പരിമിതികളുണ്ട്. ഞാനത് ചുരുക്കുകയാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ വേണമെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പറ്റും. അപ്പോ ബൗദ്ധ രാമായണത്തിൽ വളരെ ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്, ബൗദ്ധ ദശരഥ ജാതകം അനുസരിച്ച് വാൽമീകിയുടെ ദശരഥ മഹാരാജാവിന്റെ പിന്നെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും തന്നെ അയോധ്യയിലല്ല, മറിച്ച് അത് സ്ഥിതി ചെയ്യുന്നത് വാരാണസിയിലാണ്. അങ്ങനെ അത് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പോ വിമലാസുരിയുടെ പൗമചരീയം എന്ന വാക്ക് പ്രാകൃതമാണ്. അതിന്റെ സംസ്കൃത വാക്ക് പത്മചരിതം എന്നാണ്. ആ കൃതിയിൽ പറയുന്നത് രാവണനെ കൊന്നത് കാരണം അത് കൊന്നത് ലക്ഷ്മണൻ നരകത്തിൽ പോയി എന്ന് വിമലാസുരിയുടെ പൗമചരീയത്തിൽ പറയുന്നുണ്ട്. അതൊരു പ്രതിരാമായണമാണ്. പിന്നീട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് സ്വർഗസ്ഥനായി എന്നൊക്കെ വിമലാസുരിയുടെ രാമായണത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ രാമായണത്തെ വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ തന്നെ റിട്ടൺ രാമായണങ്ങളുടെ കാര്യമാണ്. ഇതിന്റെ കൂടെ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഇന്ത്യക്ക് പുറത്തേക്കും രാമായണം കവിഞ്ഞൊഴുകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യ കഴിഞ്ഞാൽ രാമായണം ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്നാളെ ഇത് പറഞ്ഞപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ശ്രീലങ്കയിൽ ഇല്ലേ എന്ന്. ശ്രീലങ്കയിൽ വളരെ കുറവാണ് രാമായണ ടെക്സ്റ്റുകൾ. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും ഡിഫറെന്റ് ആയ ടെക്സ്റ്റുകൾ നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് ഇവിടെ ആദി കവി എന്ന് പറയുമ്പോൾ അവിടെ ആദി വാലി ആണ് ഉള്ളത്. ഒരു സൂഫിയാണ് റീറൈറ്റ് ചെയ്യുന്നത്. അവിടുത്തെ രാമായണം അറിയപ്പെടുന്നത് ഹിക്കായത്ത് ശരീരാം എന്ന പേരിലാണ്. ഹിക്കായത്ത് എന്ന വാക്കിന്റെ അർത്ഥം കഥ എന്നാണ്. ശരീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ്. നമ്മൾ രാമചരിതത്തിലൊക്കെ ശ്രീരാമനെ രാമൻ എന്നല്ലല്ലോ പറയുന്നത്, ശ്രീരാമൻ എന്നുള്ള ചീരാമൻ എന്നാണല്ലോ എഴുതുന്നത്. അതേപോലെ അവിടെ പിന്നെ ആ കൃതിയിൽ വളരെ ഡിഫറെന്റ് ആയ മറ്റൊരു കാര്യം, അതിൽ മുസ്ലിം കഥാപാത്രങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ കൃതി അവിടെ റീറൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ ഈ കൃതി രചിച്ചത് ഒരു സൂഫിയാണ് എന്ന് കാണാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ അടുത്ത മാസം കാരവൻ മാഗസിനിൽ ആ ഒരു വിഷയത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പഠനം വരുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് വായിക്കുക എന്ന് മാത്രം ഒരു റെഫറൻസ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്തോനേഷ്യയിൽ രാമായണം ശക്തമാണ്. അവിടെ പാവക്കൂത്തുകളിലൂടെ, അതേപോലെ തന്നെ പാവനാടകങ്ങളിലൂടെ, മറ്റ് കലാരൂപങ്ങളിലൂടെ രാമായണം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, ഫിലിപ്പൈൻസിലുണ്ട്, അതേപോലെ തന്നെ ചൈന, വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങി ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും രാമായണം നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഹൈന്ദവരുടേത്, അതേപോലെ തന്നെ ബൗദ്ധരുടേത്, ജൈനരുടേത് എന്ന്. ഇതിന്റെ ഒപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, മുസ്ലിങ്ങൾക്കിടയിലും രാമായണം പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ പോലും നമുക്കറിയാം മാപ്പിള രാമായണം എന്നൊരു ടെക്സ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇത് DH കുഞ്ഞിരാമൻ നമ്പ്യാർ 1970-കളിൽ കണ്ടെത്തുകയും അത് പിന്നീട് MN കാരശ്ശേരി മാഷ് അതിനെ പുറത്തു കൊണ്ടുവരികയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളതാണ്. മാപ്പിള രാമായണം എന്നത് ഉസ്സൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ പാടി നടന്നതാണ് എന്നും അത് കളക്ട് ചെയ്യുകയാണ് താൻ ചെയ്തത് എന്നും കുഞ്ഞിരാമൻ നമ്പ്യാർ പറയുന്നുണ്ട്. അപ്പോ അവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉസ്സൻ എന്ന ആ ഭ്രാന്തൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ, ഭ്രാന്തിന്റെ മുമ്പിലുള്ള അവസ്ഥയിൽ അദ്ദേഹം ഒന്നെങ്കിൽ ഒരു മിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാമായണ പണ്ഡിതനായിരിക്കണം, അല്ലെങ്കിൽ ഒരു രാമായണവുമായി വളരെ എൻഗേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ മാപ്പിള രാമായണത്തിൽ നമ്മൾ കാണുന്നത് മലബാറിലെ മാപ്പിള പശ്ചാത്തലത്തിൽ രാമായണ കഥ പറയാണ്. കോഴി ബിരിയാണിയൊക്കെ അതിൽ കടന്നു വരും. ശൂർപ്പണഖ രാമനോട് പറയുന്നത്, പിന്നെ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ എന്റെ ആങ്ങള ലങ്കയിൽ രാജാവാണ്, രാജാവ് എന്നല്ല പറയാ, രാജാവ് എന്ന് അതിൽ ഉപയോഗിക്കുന്നത്, പിന്നെ രാവണൻ എന്നല്ല ഉപയോഗിക്കുന്നത്, രാവണൻ എന്നാണ് പാട്ടിൽ ഉപയോഗിക്കുന്നത്. അതിൽ പറയുന്നത്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ ലങ്കയിൽ വരുമ്പോ കോഴി ബിരിയാണി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ രാമായണത്തിൽ തന്നെ സീത ഹനുമാനോട് പറയുന്നുണ്ട്, വാലൊക്കെ ഉള്ളത് ശരി തന്നെ, ഇടക്ക് നിസ്കരിക്കൊക്കെ വേണട്ടോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശൂർപ്പണഖ രാമനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെയും കല്യാണം കഴിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോ രാമൻ പറയും, ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോ ഉടനെ ശൂർപ്പണഖ ചോദിക്കും, ബീഡർ പെറ്റിട്ടുണ്ടോ? ബീഡർ എന്നൊക്കെയാ ഉപയോഗിക്കുന്നത്, മാപ്പിളപ്പാട്ട് ഭാഷയിലാണ്. അപ്പോ അതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന മാർഗം എന്ന നിലക്ക് ശൂർപ്പണഖ പറയുന്നുണ്ട്, പിന്നെ ശരീഅത്ത് നിയമം അനുസരിച്ച് 4 വരെ കല്യാണം കഴിക്കാവുന്നുണ്ട്, നിങ്ങൾ എന്നെയും കല്യാണം കഴിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ അതൊരു തരം പാരഡി രാമായണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള രാമായണ ആഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യയിൽ അവിടുത്തെ ഹിക്കായത്ത് ശരീരാമിൽ ആദൻ നബിയും മുഹമ്മദ് നബിയും അലിയും അതേപോലെ തന്നെ ജിബ്രീൽ മാലാഖയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഫിലിപ്പൈൻസിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള രാമായണത്തിൽ രാവണനെ കുറിച്ച് പറയുമ്പോൾ സുൽത്താൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെയും അള്ളാഹുവും അതേപോലെ തന്നെ ജിബ്രീലും ഒക്കെ കടന്നു വരുന്നുണ്ട്. രാമരാവണ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന്റെ ഇടയിൽ ഒരു മെസഞ്ചർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് നമ്മുടെ ജിബ്രീൽ എന്ന മാലാഖയാണ്. ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ഗബ്രയേൽ മാലാഖ. അപ്പോ ജിബ്രീൽ അല്ലെങ്കിൽ ഗബ്രയേൽ എന്ന ബൈബിളിൽ ഉപയോഗിക്കുന്ന ഈ മാലാഖ ഈ കഥയിലും കടന്നു വരുന്നുണ്ട്. അങ്ങനെ
വളരെ ഡിഫറെന്റ് ആയ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ കഥയെ അവര് മാറ്റി പണിയുന്നുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ പ്രദേശത്തേക്ക് കഥയെ പറിച്ചു നടുന്നതായിട്ടാണ്. അവിടെയൊക്കെ നാടോടിയായിട്ട് നമ്മൾ പറയുന്ന നാടോടി പാരമ്പര്യവും അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ കഥ നടക്കുന്നത് ഇന്ത്യയിൽ എന്ന രീതിയിലല്ല വിദേശ രാമായണങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ കാണുന്നത്. മറിച്ച് അവരവരുടെ ദേശത്ത് നടക്കുന്ന ഒരു കഥയെ ഇന്ത്യയുമായിട്ട് അവർ കണക്ട് ചെയ്യും. അല്ലെങ്കിൽ പലപ്പോഴും നല്ലൊരു ശതമാനം കഥ നടക്കുക അവരുടെ രാജ്യത്ത് തന്നെയാണ്. ഇപ്പൊ തായ്ലാന്റിൽ അയോധ്യ എന്നൊരു സ്ഥലം തന്നെയുണ്ട്. ഈ അടുത്ത് അവിടെ പോയ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ ഒരു വലിയ ക്ഷേത്രത്തിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ആ ക്ഷേത്രത്തിൽ രാമായണ കഥ വളരെ ഭംഗിയായിട്ട് ചിത്രങ്ങളായി വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ വിദേശത്ത് അവിടെ അയോധ്യ എന്ന സ്ഥലമുണ്ട്. അയോധ്യ എന്നല്ല, ഇപ്പോ കീഴാള രാമായണങ്ങളിൽ ഞാൻ ഈ അടുത്ത് എന്റെ PhD ഭാഗമായി കളക്ട് ചെയ്ത കഥയിലൊക്കെ ഇരുപ്പ് എന്ന കുടകിലുള്ള ഒരു സ്ഥലത്തെ ചിലര് അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രാമായണ കഥക്ക് അവരവരുടേതായ നിറവും മണവും നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ പ്രദേശത്തും പെയ്തിറങ്ങുന്ന മഴക്ക് ആ പ്രദേശത്തിന്റെ ആ സ്ഥലത്തെ മണ്ണിന്റെ ഗന്ധവും നിറവും ഉണ്ടാവുന്നത് പോലെ, മഴവെള്ളത്തിന് ഉണ്ടാവുന്നത് പോലെ ഓരോ പ്രദേശത്തേക്കും ഒഴുകിയെത്തിയ രാമായണത്തിന് ആ ദേശത്തിന്റെ മുദ്രകൾ, ആ ദേശത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോ തുർക്കിസ്ഥാനിലെ കോത്താൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോത്താനി രാമായണത്തിൽ, അത് കാമിൽ ബുൽക്കി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രദേശത്ത് വ്യാപിച്ച ഒരു കഥയിൽ അല്ലെങ്കിൽ കോത്താനി രാമായണത്തിൽ ബഹുഭർത്തൃത്വം എന്ന സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കോത്താൻ. ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ. നമുക്ക് നേരെ തിരിച്ചേ പരിചയമുള്ളൂ, ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാർ. അവിടെ ഒന്നിലേറെ ഭർത്താക്കന്മാർ ഒരു സ്ത്രീക്കുണ്ട്. അവിടെ പ്രചരിച്ച കഥയിൽ കോത്താനി രാമായണത്തിൽ രാമന്റെയും ലക്ഷ്മണന്റെയും ഭാര്യയാണ് സീത. ബഹുഭർത്തൃത്വം എന്ന സിസ്റ്റമാണ് കഥയിലും നമ്മൾ കാണുന്നത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിച്ചതാണ്. 1993 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ സഹ്മദ് എന്നൊരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ KN പണിക്കരും ശബനം ഹാഷ്മിയും മറ്റും ചേർന്ന് ഡൽഹിയിൽ വിവിധ രാമായണങ്ങളുടെ ഒരു പ്രദർശനം നടത്തി. ആ പ്രദർശനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദശരഥ ജാതകം ഉണ്ടായിരുന്നു. ദശരഥ ജാതകത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാരാണസിയിൽ കഥ നടക്കുന്നു എന്നത് മാത്രമല്ല, അതിന്റെ ഒരു പ്രത്യേകത, അതിൽ രാമന്റെ പെങ്ങളാണ് സീത. സീത എന്നൊരു വിഷയം പോലും നമുക്കൊരു നീണ്ട പ്രഭാഷണത്തിനുള്ളതാണ്. കാരണം സീതയുടെ ജനനം പോലും പലതരത്തിലാണ് പല രാമായണങ്ങളിൽ. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോ ഈ ഒരു ടെക്സ്റ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കി. ചില വർഗീയ ശക്തികൾ ആ ഒരു പ്രദർശനം കയ്യേറുകയുണ്ടായി. അപ്പൊ വിവിധ രാമായണങ്ങളെ പലപ്പോഴും വർഗീയ ശക്തികൾ പേടിക്കുന്നു എന്നതാണ് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യം. കാരണം ഒരൊറ്റ പാഠത്തിലേക്ക് രാമായണത്തെ ചുരുക്കുവാനാണ് ഇവിടുത്തെ വർഗീയവാദികൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മിത്തിനെ, ഈ ഇതിഹാസത്തെ ചരിത്രവൽക്കരിച്ചുകൊണ്ട് അതൊരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ, ഒരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അനേകം രാമായണങ്ങൾക്ക് മേലുള്ള ഒരു കയ്യേറ്റമാണ്, അല്ലെങ്കിൽ അനേകം രാമായണങ്ങളെ റദ്ദ് ചെയ്യലാണ് എന്ന് നാം പറയേണ്ടി വരും. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് റോമിള താപ്പറുടെ വളരെ പ്രസിദ്ധമായ ഒരു പഠനമാണ്. മുമ്പ് ടെലിവിഷൻ രാമായണം കാണിച്ചപ്പോൾ, ടെലിവിഷനിൽ സീരിയലുകായി പരമ്പരയായി രാമായണം പ്രദർശിപ്പിച്ച് കാണിച്ചപ്പോ അക്കാലത്ത് അത് ഏറെ സ്വാധീനിക്കുകയുണ്ടായി. അത് പിന്നീട് ഇലക്ഷനിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയം കൈവരിക്കാൻ പോലും അവസരമൊരുക്കി കൊടുത്തു എന്ന് അതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേക്കുറിച്ച് പഠനം നടത്തിയ റോമിള താപ്പർ അവരുടെ രാമായണ സിൻഡ്രം എന്ന ലേഖനത്തിൽ എങ്ങനെയാണ് ഒരൊറ്റ പാഠം ഉണ്ടാകുമ്പോൾ അനേകം പാഠങ്ങളെ റദ്ദ് ചെയ്യപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ടെലിവിഷൻ രാമായണം വന്നതോടുകൂടി അതൊരു പുതിയ കാലത്തിന്റെ ഒരു പുതിയ പാഠരൂപമാണ്. അങ്ങനെ വന്നതോടുകൂടി സംഭവിച്ചത്, നമ്മുടെയൊക്കെ മനസ്സിൽ, ഓരോ ആളുടെ മനസ്സിലും ഓരോ രാമരൂപമാണുള്ളത്, ഓരോ കഥക്കും ഓരോ സിറ്റുവേഷനാണുള്ളത്. പക്ഷെ ഇതോടുകൂടി സംഭവിച്ചത് ഒരൊറ്റ പാഠത്തിലേക്ക് ജനമനസ്സുകളെ എത്തിക്കുവാൻ ആ ഒരു പരമ്പരക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും റോമിള താപ്പർ പറയുന്നത്. അത് രാമായണങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. അതേപോലെ തന്നെ
അനേകം പാഠങ്ങളെ റദ്ദ് ചെയ്യലായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ പാഠം എന്നല്ല, അനേകം പാഠങ്ങൾ എന്നതാണ് രാമായണത്തിന്റെ സൗന്ദര്യം, രാമായണത്തിന്റെ കരുത്തും അത് തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ സവിശേഷമായി എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള രാമായണങ്ങളെ കുറിച്ചാണ്. ഇതേ സമയം തന്നെ രാമായണം എന്നത് വാമൊഴിയിലൂടെ പരന്നു ഒഴുകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പരന്നു ഒഴുകുക എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം ലിഖിത രാമായണങ്ങൾ എന്നത് ഖരരൂപമാർന്നതാണ്. എഴുതപ്പെട്ട രാമായണങ്ങൾ എന്നത് ഒരു മാറ്റമില്ലാത്തതാണ്, അതൊരൊറ്റ രൂപമായിട്ടാണ് നിലനിൽക്കുക. ഇപ്പൊ എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണത്തിന് കഴിഞ്ഞ വലിയ മാറ്റമില്ല എന്ന് ഞാൻ ഉപയോഗിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ താളിയോല ഗ്രന്ഥപുരയിൽ പോയാൽ നമുക്ക് ഒന്നിലേറെ വാൽമീകി രാമായണത്തിന്റെ കോപ്പികൾ കാണാൻ പറ്റും, താളിയോല കോപ്പികൾ. ഈ താളിയോല കോപ്പികളിൽ പലതും ഞാൻ ഗവേഷണ കാലത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പോലും ഡിഫറെന്റ് ആയ വരികളുണ്ട്, ചില വരികളിൽ വ്യത്യാസം, അതൊക്കെ മറ്റു പലതും കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഒരു ഭാഗത്തേക്ക് പോയാൽ പിന്നീട് വിട്ടുപോകുന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോ ലിഖിത രാമായണങ്ങൾ പോലെ തന്നെ വാമൊഴി രാമായണങ്ങളും എക്കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. രാമായണം എഴുതപ്പെടുന്നതിന് മുമ്പ്, വാൽമീകി രാമായണം എഴുതുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പ്രചരിച്ച ഒരു കഥയെ, ഞാൻ ഇന്ത്യയിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്, കാരണം രാമായണത്തിന്റെ ലൊക്കേഷൻ ഏത് എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അത് വിന്ധ്യാപർവ്വതത്തിന്റെ അപ്പുറത്താണ് എന്ന് ചില ഗവേഷകർ പറയും. അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് അതിനപ്പുറത്തേക്ക്, അതിന്റെ ഇപ്പുറത്തേക്ക് കാര്യമായിട്ട് കഥ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചേക്കാം, ശ്രീലങ്ക കടന്നു വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. ശ്രീലങ്ക ഇന്നത്തെ ലങ്കയുമായി വാൽമീകി രാമായണത്തിലെ ലങ്കയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് HD സംഗാലിയെ പോലുള്ള പുരാവസ്തു ഗവേഷകരായ പണ്ഡിതന്മാരായ രാമായണത്തിലെ സ്ഥലികളെ കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഞാൻ എന്റെ ഗവേഷണ കാലത്ത് പ്രൊഫസർ MN വിജയനുമായി ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു, മാഷെ പറയുന്നത് ശരിയാണോ എന്ന്. അപ്പൊ മാഷ എന്നോട് പറഞ്ഞത്, ഞാൻ എന്റെ ഒരു ചോദ്യം ഇതായിരുന്നു, രാമായണത്തിൽ പലയിടത്തും സമുദ്രം ചാടിക്കടന്നു എന്നൊക്കെ നമ്മൾ കാണും, സമുദ്രം ചാടിക്കടന്നതിനെ കുറിച്ച്. അതൊന്നും ഒരൊറ്റ പാഠമല്ല, കാരണം ഈ സമുദ്രം എന്ന വാക്ക്, വിജയമാഷ് പറഞ്ഞത് ഉടനെ എന്നോട് പറഞ്ഞത് സമുദ്രം എന്ന വാക്ക് ലിംഗ്വിസ്റ്റിക്സിലെ ഒരു കൺഫ്യൂഷൻ ആണ് എന്നാണ്. കാരണം ഈ സമുദ്രം എന്ന വാക്കിന് സംസ്കൃതത്തിൽ കുളം, തോട്, പുഴ എന്നൊക്കെ അർത്ഥമുണ്ട്. തമിഴിൽ എന്താ പറയാ, രാജാക്കന്മാർ ചൂടുകാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടി കുളത്തിന്റെ നടുവിൽ വീട് കെട്ടി താമസിക്കാറുണ്ട്. അതിന് പറയുന്നത് സമുദ്രഗൃഹം എന്നാണ്, തപ്പക്കുളം എന്നും തമിഴിൽ പറയും. അവിടെ കുളത്തിനാണ് സമുദ്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജയമാഷ് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിലെ കൺഫ്യൂഷൻ ആണ് എന്നാണ്. അപ്പോ ഒരു ചോദ്യം വരുന്നു, പിന്നീട് എവിടെയാണ് കഥ നടന്നത് എന്ന്. HD സംഗാലിയ പറയുന്നത് മധ്യപ്രദേശിലാണ് ഈ കഥ നടന്നത് എന്നാണ്. മധ്യപ്രദേശിൽ ഉത്തരലങ്കയും ദക്ഷിണലങ്കകളെ നിരാകരിച്ചിട്ടുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ രാമായണത്തിന്റെ വാമൊഴി ട്രഡീഷനിലുള്ള നിരവധി പാഠങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ, അല്ലെങ്കിൽ അത് ഒരുക്കുന്ന രാജാക്കന്മാർക്കും മറ്റും അക്കാലത്ത് തീർച്ചയായിട്ടും താല്പര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം, മഹാഭാരതത്തിനെ കുറിച്ചുള്ള പഠനത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഓരോ രാജാക്കന്മാരും അവരുടെ മേന്മ കാണിക്കുന്നതിന് വേണ്ടി അവരെ ചന്ദ്രവംശത്തോടും സൂര്യവംശത്തോടും കൂട്ടിച്ചേർക്കാറുണ്ട്, രാജവംശങ്ങളോട്. അപ്പൊ പിന്നീട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്. രാമായണത്തിൽ ആ രീതിയിൽ ചില കാണ്ഡങ്ങൾ തന്നെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഗവേഷകന്മാർ അനുമാനിക്കുന്നുണ്ട്. കാമിൽ ബുൽക്കെ പറയുന്നത് ചില കാണ്ഡങ്ങൾ തന്നെ, ഞാനത് അതിലേക്ക് പോകുന്നില്ല, അത് തന്നെ പ്രക്ഷിപ്തമാണ് എന്ന് പറയും. പ്രക്ഷിപ്തം എന്നാണ് ഇതിന് ഉപയോഗിക്കുന്ന വാക്ക്, കൂട്ടിച്ചേർത്തതാണ് എന്ന്. അപ്പോ വരമൊഴിയിൽ ഇങ്ങനെ പാഠങ്ങൾ നിലനിൽക്കും തന്നെ രണ്ട് രീതിയിൽ സംഭവിക്കും. വാൽമീകിയൊക്കെ ചെയ്തത് അതിനു മുമ്പുള്ള നാടോടിയായി പ്രചരിച്ച കഥയെ കലക്ട് ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ കലക്ട് ചെയ്ത ലിഖിത രാമായണങ്ങളാണ് നമ്മൾ ഏറെ ചർച്ച ചെയ്യാറുള്ളത്. അതേസമയം തന്നെ ലിഖിതമല്ലാത്ത രൂപത്തിൽ ജനസമുദായങ്ങൾക്കിടയിൽ, വ്യത്യസ്ത ജാതികൾക്കിടയിൽ പലതരം കഥകൾ പ്രചരിക്കുന്നുണ്ട്. ആ കഥകൾ വളരെ ഡിഫറെന്റ് ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, റിട്ടൺ എന്നത് ഖരരൂപമാണെങ്കിൽ എഴുതപ്പെടാത്തത് ദ്രവരൂപമാണ്, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ തന്നെ പുതിയ പുതിയ കഥകൾ വരാം. ഒരു സമുദായത്തിന്റെ ഉള്ളിൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സമുദായത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളായിരിക്കും ഈ കഥകളൊക്കെ പറയുന്നവര്. അല്ലാതെ ഒരു സമുദായം ഒട്ടാകെ, സെമിറ്റിക് മതങ്ങളെ പോലെ ക്രൈസ്തവ, ഇസ്ലാം,
ജൂതമതങ്ങളെ പോലെ ഒരു വേദഗ്രന്ഥം പോലെ അതേപോലെ ഒരൊറ്റ പാഠം എന്ന രീതിയിൽ അവര് ഇതിനെ കാണുന്നില്ല. കാരണം വ്യത്യസ്തമായ രീതിയിലാണ് ഒരു സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപക്ഷെ ഒരു കഥകൾ വാമഴി രൂപത്തിൽ നിലനിൽക്കുക. ഇന്ത്യയിലെ പല ആദിവാസി രാമായണങ്ങളെ കുറിച്ചുമുള്ള പഠനങ്ങൾ വായിച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു സന്ദർഭത്തിൽ ഒരാൾ പറയുന്ന കഥ ഒരുപക്ഷെ അയാൾ വേറൊരു സന്ദർഭത്തിൽ പറയുമ്പോൾ ചിലപ്പോ അങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ഫോക്ലോറിൽ അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഫ്ലെക്സിബിൾ ആണ് വാമൊഴി കഥകൾ എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ ഒരു ഫോക്ക് തിയറിയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളിൽ വാമൊഴി രാമായണങ്ങളിൽ നമ്മൾ കാണുന്നത് മറ്റൊരു ലോകമാണ്. ആ ലോകം എന്നത് ഒരുപക്ഷെ എഴുതപ്പെട്ട രാമായണത്തെക്കാൾ ഭാവനാസമ്പന്നരായ ആളുകളുടെ ആലോചനകളാണ്, ചിന്തകളാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും ആദിവാസി രാമായണങ്ങൾ വളരെ ഡിഫറെന്റ് ആയി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകകരമായ ചില കാര്യങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് തങ്ങളുടെ ട്രഡീഷന്റെ ഒരു ഭാഗമായിട്ട് പറയുന്ന എത്രയോ വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ 450ഓളം ആദിവാസി വിഭാഗങ്ങളിലായിട്ട് നമുക്കറിയാം. അതിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈ കഥയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതൊരു ആര്യ മിത്താണെങ്കിൽ, ആര്യ കഥയാണെങ്കിൽ അനാര്യ വിഭാഗത്തിലേക്ക് ഇത് ഒഴുകിപ്പരന്നത് പലതുകൊണ്ടുമായിരിക്കാം. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പരക്കുമ്പോൾ പലപ്പോഴും വളരെ ഡിഫറെന്റ് ആയ കഥകൾ സൃഷ്ടിക്കപ്പെടും. ആ കഥകൾ ഏറെയും ആ പറയുന്ന സമുദായത്തിന്റെ ജീവിതാവസ്ഥകളുമായി, അവരുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട്, അവരുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ട്, അവരുടേതായ സാമൂഹിക സാംസ്കാരിക വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് നിലനിൽക്കുന്നതായി കാണാൻ പറ്റും. ഇപ്പോ ഞാൻ എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായി കളക്ട് ചെയ്ത അടിയ സമുദായത്തിൽപ്പെട്ട മാതയ് വൈദ്യർ പറയുന്ന കഥ. ഇതിപ്പോ ചില ആളുകളൊക്കെ ചോദിക്കും, മാതയ് പറയുന്ന കഥയെ ആ സമുദായത്തിന്റെ മൊത്തം കഥയായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മൊത്തം എന്നൊരവസ്ഥ ഇത്തരം സ്റ്റഡീസിൽ ഇല്ല. പക്ഷെ ആ സമുദായത്തിന്റെ ഉള്ളിലുള്ള ചില ആളുകളൊക്കെ ഈ കഥ പറയും. എന്നോട് ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് നിരവധി മൂപ്പന്മാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ പറയും, ആ പറയുന്നതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്. ഇപ്പൊ പി കെ കാളൻ പറയുന്നതായിരിക്കില്ല കരിയൻ പറയുന്നത്. കാളേട്ടന് ചിലപ്പോൾ ഈ കഥ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷെ മറ്റൊരാൾക്ക് അറിയാം. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം അപ്പോ മൊത്തം ഒരു സമുദായത്തിൻ്റെത് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഘടിതമായ വിശ്വാസം പോലും ആദിവാസികൾക്കിടയിലില്ല. അടിയ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസങ്ങൾ പോലും ഡിഫറെന്റ് ആണ്. അവരുടെ ദൈവസങ്കല്പങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലാറ്റിലും വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കഥകളൊക്കെ സമീപകാലത്താണ്. സമീപകാലം എന്ന് ഞാൻ പറയുന്നത് ഒരു 100-200 വർഷത്തിനിടയിൽ മാത്രമാണ് വയനാട്ടിലൊക്കെ അവരുടെ ഇടയിൽ എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. കാരണം കഥ പറയുന്ന പ്രമേയ പരിസരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സമകാലീനമായ ചിത്രങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവരുടേതായ ജീവിതാവസ്ഥകൾ കാണാൻ പറ്റും. അവിടെ സീത എന്നത് ഒരു അടിയ സ്ത്രീ മാത്രമാണ്. രാമൻ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേവീ ദേവന്മാരുടെ മുകളിലുള്ള ഒരാളല്ല, അവരുടെ താഴെയുള്ള ഒരാൾ മാത്രമാണ്. ഇപ്പോ അടിയരാമായണത്തിൽ അവസാന ഘട്ടത്തിൽ രാമനെയും അതേപോലെ തന്നെ ലക്ഷ്മണനെയും ഹനുമാനെയും ഒക്കെ ലവകുശന്മാർ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് വിചാരണ നടത്തുന്നുണ്ട്. കാരണം ഇവര് ഉപേക്ഷിക്കപ്പെട്ടവരാണ്. സീതാദേവിയെ നമുക്കറിയാം, പിന്നീട് വനത്തിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ കെട്ടിയിട്ട് വിചാരണ ചെയ്യുമ്പോൾ ആദ്യം രാമനും സംഘത്തിനും ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല. യാഗാശ്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. കഥ മുഴുവൻ വിവരിക്കുന്നില്ല, എന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ അവസാനം ഒത്തുതീർപ്പിന് വേണ്ടി സീത വിളിച്ചു വരുത്തുന്നത് അടിയാന്മാരുടെ ദേവീദേവന്മാരെയാണ്. മല്ലപ്പൻ, സിദ്ധപ്പൻ, നെഞ്ചപ്പൻ എന്നൊക്കെ പറയുന്ന ദേവീദേവന്മാരെയൊക്കെയാണ് വിളിച്ചു കൊണ്ടുവരുന്നത്. അത് വള്ളിയൂർക്കാവ് ഭഗവതിയുണ്ട്, തിരുനെല്ലി പെരുമാളുണ്ട്, ഇവരൊക്കെ വരികയാണ് കഥയിലേക്ക്. അപ്പോ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗോത്ര കോടതിയിൽ വെച്ച് രാമനെ വിചാരണ ചെയ്യാണ്. അവിടുന്ന് ചോദിക്കുകയാണ്, ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? കുട്ടികളെ നന്നായി നോക്കൽ അച്ഛന്റെ ഒക്കെ കടമയല്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവസാനം അവരെ അച്ഛനെ, കുട്ടികളെയും അമ്മയെയും അല്ലെങ്കിൽ സീതയെയും ലവകുശന്മാരെയും രാമന്റെ ഒപ്പം പറഞ്ഞേക്കുകയാണ് ഗോത്ര കോടതി ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ആഖ്യാനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബംഗാളിൽ 16-ാം നൂറ്റാണ്ടിൽ ചന്ദ്രപതി എന്ന ഒരു സ്ത്രീ എഴുതിയ രാമായണമുണ്ട്. ചന്ദ്രപതി രാമായണം അക്കാലത്ത്
എന്താ പറയാ ജനങ്ങളുടെ ഇടയിൽ ഏറെ സ്വാധീനം ചെലുത്തുകയും പിന്നീട് അതിന്റെ ടെക്സ്റ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്യാണ്. ടെക്സ്റ്റ് പിന്നെ ആളുകൾ ഉപയോഗിക്കാതിരിക്കുകയും അതേസമയം വാമൊഴിയിലൂടെ ചന്ദ്രപതി രാമായണം പ്രചരിക്കുകയാണ് നൂറ്റാണ്ടുകളിലൂടെ. കഴിഞ്ഞ അടുത്ത വർഷങ്ങൾ വരെ അത് വാമൊഴിയിലൂടെ പ്രചാരം നേടുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് വീണ്ടും കഥയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വീണ്ടും റിട്ടേൺ ആയിട്ട് വീണ്ടും വരുന്നത്. അപ്പോ അത് വായിക്കുമ്പോൾ നമുക്കറിയാം അതിൽ സീത സംസാരിക്കുന്നത് ഒരു ഫെമിനിസ്റ്റിനെ പോലെയാണ്. സീത വളരെ ക്ഷുഭിതയായിക്കൊണ്ട് രാമനോട് ചിലപ്പോ സംസാരിക്കുന്നുണ്ട്, രാമനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ പറയാ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വിലാപങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരും മക്കളും നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വിലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സീത സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തെലുങ്കിലൊക്കെ ആ രീതിയിലുള്ള സ്ത്രീപക്ഷ രാമായണങ്ങൾ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾ എഴുതിയ രാമായണങ്ങളെ കുറിച്ച്. അപ്പോ ഈ രീതിയിൽ രാമായണത്തെ ഓരോ സമുദായങ്ങളും അവരവരുടേതായ രൂപത്തിലേക്ക്, അവരുടെ ജീവിത പരിസരത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇത് ആദി കാലത്ത് ഇതൊരു സാംസ്കാരിക പാഠം എന്ന നിലക്കാണ് നിലനിന്നിരുന്നത്. പക്ഷെ ഭക്തി പ്രസ്ഥാനത്തോടു കൂടി നമുക്കറിയാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച ഭക്തി പ്രസ്ഥാനം അതിന്റെ കാലത്താണ് രാമനെ ഒരു ദൈവമാക്കി മാറ്റുന്നത്. അപ്പോ ഈ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഇത്ര ശക്തമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഭക്തി മൂവ്മെന്റോട് കൂടിയാണ്. കേരളത്തിൽ അത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണമാണെങ്കിൽ തമിഴ്നാട്ടിൽ കമ്പറുടെ കമ്പരാമായണമാണ്. അതേപോലെ തന്നെ കർണാടകയിലേക്ക് പോകുമ്പോൾ അവിടെ പമ്പറുടെ പമ്പരാമായണമുണ്ട്. ഹിന്ദിയിൽ തുളസീദാസിന്റെ രാമചരിത മാനസം, അതേപോലെ തന്നെ ബംഗാളി ഭാഷയിൽ കൃത്തിവാസ രാമായണം. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും രാമായണത്തിന് അവരുടേതായ ഭാഷയിൽ പുതിയ പാഠങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തിൽ പോലും നമുക്കറിയാം കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൃതി രാമചരിതമാണ്. ചീരാമൻ എന്ന കവി എഴുതിയ രാമചരിതമാണ്. അത് പാട്ട് പ്രസ്ഥാനത്തിൽ പെട്ടതാണെങ്കിലും അത് തീർച്ചയായിട്ടും അച്ചടി അല്ലെങ്കിൽ സാഹിതീയ രൂപത്തിലുള്ള മറ്റൊന്ന് തന്നെയാണ്. അതൊരു വാമൊഴി ട്രഡീഷണലുള്ള ഒന്നല്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തും നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. അവിടെ ഇപ്പോ ഇന്തോനേഷ്യൻ മലേഷ്യൻ രാമായണത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഞാൻ തന്നെ അൻവർ ഇബ്രാഹിം എന്ന അവിടുത്തെ ഉപപ്രധാനമന്ത്രിയുടെ ഒരു വാചകം കോട്ട് ചെയ്യുന്നുണ്ട്. അൻവർ ഇബ്രാഹിം ആയിട്ട് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോ ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലെ രാമായണം എങ്ങനെയാണെന്ന്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ രാമായണമുണ്ട്, പക്ഷെ ആരാധത് ഞങ്ങൾ പഞ്ചതന്ത്ര കഥകൾ പോലെ, ഈസോപ്പ് കഥകൾ പോലെ ഒരു കഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനപ്പുറം അതിനൊരു ഭക്തിയുടെ തലമൊന്നുമില്ല. കാരണം ഇന്തോനേഷ്യയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, മലേഷ്യയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടുത്തെ രാമായണ പണ്ഡിതന്മാരിൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ മുസ്ലിങ്ങളാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. അപ്പോ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ അതിനെ കേവലം ഒരു കഥയായിട്ട് കാണുന്നു. അങ്ങനെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മുടെ കുട്ടികൃഷ്ണമാരാര് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു നോവലിലെ കഥാപാത്രങ്ങളെ ആരാധിക്കുന്നത് പോലെയാണ് ഒരു ഇതിഹാസത്തിലെ കഥാപാത്രത്തെ ദൈവമായിട്ട് കാണുന്നത് എന്നൊക്കെ പറയുന്നു. ഞാൻ അതിനെ ഒന്നും മറ്റു രീതിയിൽ കാണുന്നില്ല. ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം, അതും അതിന്റെ ഒരു പാഠരൂപമാണ്, ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല. പക്ഷെ ഈ രീതിയിൽ ഇപ്പോ ചന്ദ്രപതി രാമായണം ഞാൻ പറഞ്ഞു 16-ാം നൂറ്റാണ്ടിൽ വന്ന ആ കൃതിയെക്കുറിച്ച് കാമിൽ ബുൽക്കയുടെ കൃതിയിൽ ഒന്നും പറയുന്നില്ല. രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന കൃതിയിൽ ഒന്നും പറയുന്നില്ല. നമ്മുടെ സാഹിത്യ അക്കാദമി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന പേരിൽ 1974 മറ്റോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രാമായണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വായിക്കാവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ കീഴാള ജനതയെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളെ രാമായണം എങ്ങനെ സ്വാധീനിച്ചു എന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയായി ഞാൻ കാണുകയാണ്. അപ്പോ ചില സമുദായങ്ങൾ പറയുന്നത് തങ്ങൾ രാമായണത്തിലെ ഇന്ന കഥാപാത്രത്തിന്റെ പിൻഗാമികളാണ് എന്നൊക്കെ പറയും. ഇപ്പൊ ഗോണ്ട് എന്ന ജാതി ഇന്ത്യയിലെ വളരെ വലിയ ഒരു ആദിവാസി വിഭാഗമാണ്. അവര് പറയുന്നത് ഞങ്ങൾ രാവണന്റെ പിൻഗാമികളാണെന്നാണ്. അപ്പോൾ രാവണൻ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഒരു ദുഷ്ട കഥാപാത്രമല്ല. രാമായണത്തിന്റെ വിവിധ പാഠങ്ങൾ വായിക്കുമ്പോൾ, വിദേശ രാമായണങ്ങൾ വായിക്കുമ്പോൾ രാവണൻ എന്നത് ഒരിക്കലും ഒരു ദുഷ്ട കഥാപാത്രമല്ല. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയെങ്കിലും
വാൽമീകി രാമായണം അനുസരിച്ച് പോലും അദ്ദേഹം സീതയെ ഒന്നും ചെയ്യുന്നില്ല. അത് കീഴാള രാമായണങ്ങളിലും അതിൽ പറയുന്നുണ്ട്, സീതയെ തൊടുന്നു പോലുമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോ അതും വളരെ ഇഷ്ടപ്പെട്ട് സീത രാവണന്റെ ഒപ്പം ലങ്കയിലേക്ക് പോയി എന്ന് പറയുന്ന കഥകളും ഉണ്ടായിട്ടുണ്ട്. സീതയുടെ ജനനം പോലും ഡിഫറെന്റ് ആയ രീതിയിലാണ് പല രാമായണങ്ങളും ആവിഷ്കരിക്കുന്നത്. വളരെ രസകരമാണ്. ഇപ്പോ നമുക്കറിയാം, നമ്മൾ കേട്ട എന്ന് പറഞ്ഞാൽ വാൽമീകി രാമായണത്തിന്റെ കഥയിലൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ ഉഴവ് ചാലിൽ നിന്ന് കിട്ടി എന്നൊരു കഥയാണ്. എങ്ങനെയാണ് ഒരു ഉഴവ് ചാലിൽ നിന്ന് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കിട്ടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഉഴവ് ചാലിലേക്ക് എങ്ങനെ സീത എത്തി എന്ന് വാമൊഴി കഥകളിൽ പറയുന്നുണ്ട്. ഒരൊറ്റ കഥ പറയാം. ഈ കഥ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമാനുജൻ അദ്ദേഹത്തിന്റെ 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ആൻഡ് ട്രാൻസ്ലേഷൻസ് എന്ന കഥയിൽ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ആ പുസ്തകത്തിന്റെ പേര് തന്നെ 300 രാമായണാസ് എന്നാണ്. ഈ 300 രാമായണാസ് എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് കാമിൽ ബുൽക്കെ അദ്ദേഹത്തിന്റെ രാമകഥ ഉത്ഭവം വളർച്ചയും എന്ന പുസ്തകത്തിൽ 300 രാമായണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിക്കുറിപ്പ് കൂടി രാമാനുജൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് 300 രാമായണങ്ങൾ എന്ന പ്രയോഗം അദ്ദേഹം എടുക്കുന്നത്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ തെലുങ്കിലെ ഒരു രാമായണ പണ്ഡിതനോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എത്ര രാമായണങ്ങൾ കണ്ടിട്ടുണ്ട്? അദ്ദേഹം പറയുന്നത്, ഞാൻ 1000-ഓളം രാമായണങ്ങൾ, വാമൊഴി രാമായണങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ പണ്ഡിതൻ പറയുന്നത്. ഒരു തമിഴ് പണ്ഡിതനോട് ഇതേപോലെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ 1000-കണക്കിന് കഥകൾ എന്റെ നാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഓരോ നാട്ടിലും എം ഗോവിന്ദന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, പിന്നെ ഓരോ നാട്ടിലും എങ്ങനെ രാമായണം എത്തുന്നു എന്നുള്ളതിന് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഓരോരോ കരിച്ചാലിൽ ഓരോരോ നുരിക്കൂമ്പിൽ ഓരോരോ ചിരിതയുണ്ടിരിപ്പൂ ചിരിചൂടി ജനകന്മാരും കൂടെ പാടുന്നു രാമന്മാരും ജനകീയമീ മഞ്ജു മൈഥിലി മഹാകാവ്യം എന്ന് എം ഗോവിന്ദൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. പൊന്നാനിയിലെ എന്താ പറയാ, പിന്നെ നെല്ലുണ്ടാവുന്നത് പോലെ, നെല്ല് ഉണ്ടാവുന്നത് പൊന്നാനിയിലെ പാടങ്ങളിൽ നെൽക്കതിർ എന്ന പോലെ രാമായണം വിളയുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഗോവിന്ദൻ എഴുതിയിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാ ജാതികൾക്കും വ്യത്യസ്ത ജാതികൾ, ഇപ്പോ ചോട്ടാ നാഗ്പൂരിൽ താമസിക്കുന്ന ഉറാവ്, മുണ്ട ജാതികളിൽ പെട്ട തിഗ്ഗ, ഹൽമാൻ, ബജ്റംഗ്, ഗഡ്ഡി എന്നൊക്കെ പേരുള്ള ഗോത്രങ്ങളുണ്ട്. ഈ പേരിന്റെ ഒക്കെ അർത്ഥം കുരങ്ങ് എന്നാണ്. ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. രാമായണത്തിലെ കുരങ്ങൻ എന്നത്, വാനരൻ എന്നത് കേവലം കുരങ്ങാണോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം വാൽമീകി രാമായണത്തിലെ കുരങ്ങന്മാർ സംസാരിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നുണ്ട്, അവർ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, അവർക്ക് രാജാക്കന്മാരുണ്ട്, അവർ യുദ്ധത്തിന് പോകുന്നുണ്ട്, അവർക്ക് മനുഷ്യരെ പോലെ കുടുംബ ജീവിതമുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർ വാനരജാതികളായിരുന്നു എന്ന് ഗവേഷകന്മാർ അനുമാനിക്കുന്നുണ്ട്. ഇപ്പോ ഇതിലൊക്കെ നമുക്ക് കാണാം, ലങ്കാദഹനം കഴിഞ്ഞിട്ട് പിന്നെ രാമൻ പറയുന്നുണ്ട്, എനിക്ക് നാളെ അയോധ്യയിലെത്തണം, നാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ വിഭീഷണൻ പറയും, അതിന് പ്രശ്നമില്ല, നമ്മുടെ വിമാനത്തിൽ പോകാം എന്ന് പറയും, പുഷ്പക വിമാനം. ആ സമയത്ത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉടനെ രാമൻ പറയാണ്, നിങ്ങൾ എല്ലാവരും കയറിക്കൊള്ളൂ, വിമാനം ഉണ്ടല്ലോ, അതിൽ പോവാന്ന് പറയുന്നു. 1,00,000 കുരങ്ങുകൾ അതിൽ കയറി എന്നാണ് രാമായണത്തിൽ നിന്ന്, വാൽമീകി രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അതിങ്ങനെ പോവാണ്. അപ്പൊ വിന്ധ്യാപർവ്വതത്തിന്റെ മുകളിൽ എത്തിയപ്പോ പിന്നെ കുരങ്ങുകൾക്കൊരു ആഗ്രഹം, വാനരന്മാർക്കൊരു ആഗ്രഹം, തങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണണം. രാമനോട് കാര്യം പറയാണ്. ഉടനെ രാമൻ പറയാണ്, അതിനെന്താ കുഴപ്പം, വിമാനം നിർത്താൻ പറഞ്ഞു. അപ്പോ നിർത്തിയപ്പോ അതിൽ 1,00,000-ഓളം വീണ്ടും ആളുകൾ കയറുന്നുണ്ട്, കുരങ്ങുകൾ കയറുന്നുണ്ട്. അപ്പൊ 2,00,000-ലേറെ ആളുകൾ കുറഞ്ഞത് കയറിയ ഒരു വിമാനമാണത്, പുഷ്പക വിമാനം എന്ന് പറയുന്നത്. അത് തന്നെ നമുക്കറിയാം, സ്വർണ്ണ നിർമ്മിതമാണ്, സുഗന്ധപൂരിതമാണ്, അതിന് പൈലറ്റ് ഇല്ല, വിമാനത്താവളം വേണ്ട, ഒന്നും വേണ്ട, അത് ചിരഞ്ജീവിയാണ്. അതിനെ തകർത്താലും അത് വീണ്ടും തിരിച്ചു വരും, അതിനെ തകർക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് 100 കണക്കിന് കഥകൾ ഈ രാമായണ കഥകൾ കളക്ട് ചെയ്യുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ ഹനുമാന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ജാതികളുണ്ട്, അതേപോലെ തന്നെ രാവണന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ജാതികളുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ
ഇതിനനുസരിച്ചുള്ള നിരവധി കഥകളും നമുക്ക് കാണാൻ പറ്റും. രസകരമായ ചില കഥകളുണ്ട്. ഇപ്പോ ഏറ്റവും കഥയുടെ ഒരു എന്താ പറയാ അംശങ്ങൾ മാത്രമുള്ള ചില കഥകൾ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കഥാപാത്രങ്ങളുടെ ഒന്നും പേര് പറയാതെ ചില കഥകൾ. ഇപ്പോ വെരിയർ എൽവിൻ നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് വലിയ ഗവേഷണം നടത്തി, ട്രൈബൽ ഫീൽഡിൽ വലിയ പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. നെഹ്റുവിനെ ആദിവാസികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ രൂപീകരിക്കുന്നതിനൊക്കെ വലിയ രീതിയിൽ സഹായിച്ച ആളാണ് വെരിയർ എൽവിൻ. അദ്ദേഹത്തിന്റെ മിത്സ് ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം കുറെ കഥകൾ കോട്ട് ചെയ്യുന്നുണ്ട്. അതില് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ദ്രവരൂപത്തിലാണെന്ന്. ഈ പുതിയ കാലത്ത് പുതിയ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു രാമായണത്തിൽ അതിൽ കോട്ട് ചെയ്യുന്ന നല്ല രസമാണ്. ഈ ബ്രിട്ടീഷുകാർ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. അതും ഈ കഥയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വാൽമീകി രാമായണ കഥയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഞാനത് ചുരുക്കി ഒന്ന് പറയാം. ഏതെങ്കിലും കുറച്ച് കഥകളെങ്കിലും കോട്ട് ചെയ്യാതിരുന്നാൽ ഒരു എന്താ പറയാ ഒരു ബോറിംഗ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏതോ ഒരു രാജാവിന്റെ പുത്രി അദ്ദേഹത്തിന്റെ കയ്യിലെ വീക്കത്തിൽ നിന്നും ജനിക്കുന്നു. ഏതോ ഒരു രാജാവിന്റെ പുത്രി ആ രാജാവിന്റെ കയ്യിലുണ്ടായ ഒരു വീക്കത്തിൽ നിന്നും ജനിക്കുന്നു. ഇത് നമുക്ക് കയ്യിൽ നിന്ന് ജനിക്കുക എന്നുള്ളത് നമ്മുടെ ചാതുർവർണ്ണത്തിന്റെ എന്താ പറയാ നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചൊക്കെ പറയുമ്പോൾ തലയിൽ നിന്ന് മുഖത്ത് നിന്നും കൈകളിൽ നിന്നും ജനിക്കുന്നുണ്ട്. അതിലൊരു പുതുമയില്ല നമ്മുടെ കഥകളിൽ. അപ്പോ കൈയുടെ വീക്കത്തിൽ നിന്ന് ജനിക്കുന്നു. അങ്ങനെ ജനിക്കുന്ന ആ സ്ത്രീയെ പെൺകുട്ടിയാണ് ജനിക്കുന്നത്. 8 തലയുള്ള ഒരു രാക്ഷസൻ അപഹരിക്കുന്നു. 8 തലയാണ് പറയുന്നത്, 10 തലയല്ല. ഈ 10 തല എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ വലിയ വിശദീകരണങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അപ്പോ 8 തലയുള്ള ഒരു രാക്ഷസൻ അപഹരിക്കുകയാണ്. അപ്പൊ ആ രാക്ഷസനെ വധിച്ച് രാജാവ് എന്ത് ചെയ്യുന്നു? തന്റെ പുത്രിയെ വീണ്ടെടുക്കുന്നു. പിന്നീട് വേറൊരു രാക്ഷസൻ ഈ പുത്രിയെ വീണ്ടും കട്ടുകൊണ്ടുപോകുന്നു. അങ്ങനെ കട്ടുകൊണ്ടുപോയപ്പോ ഒരു സമുദ്രത്തിന്റെ അക്കരേക്കാണ് കൊണ്ടുവന്നത്. രാജാവ് അയാളെ കുട്ടിയെ അന്വേഷിച്ച് മകളെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, ഒരു ഫലം ഉണ്ടാവുന്നില്ല. അവസാനം വാനരന്മാരുടെ ഒരു രാജാവിനെ മീറ്റ് ചെയ്യുന്നു, കണ്ടുമുട്ടുന്നു. അങ്ങനെ ആ രാജാവിന്റെ സഹായത്തോടു കൂടി വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. പക്ഷെ ആ വാനര രാജാവ് രാജകുമാരിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രാക്ഷസന്റെ ഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ രാക്ഷസൻ വാനര രാജാവിനെ പിടിച്ച് വാലിന് തീ കൊളുത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ എന്താ പറയാ ആ സമയത്ത് ഇതിനിടയിൽ വാനര രാജാവ് ഗ്രാമത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുമ്പോ പിന്നെ വീടുകൾക്കൊക്കെ തീ പിടിക്കും. ഇത് ലങ്കാദഹനാണ് ഒരു രീതി പറയുന്നത്. അങ്ങനെ ആളുകൾ പരിഭ്രാന്തരായിട്ട് വാനര രാജാവ് എന്താ പറയാ ഇങ്ങനെ ഓടുകയാണ്. ആ സമയത്ത് നമ്മുടെ വാനര രാജാവ് ചെയ്യുന്നത് രാജകുമാരിയെയും കൂട്ടി ഓടിപ്പോവുകയും രാജകുമാരിയെ അവളുടെ പിതാവിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യാണ്. രാജാവ് വാനര രാജാവിന് ഒരു സ്വർണ്ണ കൊട്ടാരം തന്നെ സംഭാവനയായിട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. വാനര രാജാവിന് കൊടുത്ത ആ കൊട്ടാരത്തിൽ നമ്മുടെ ഈ വാനര രാജാവ് പ്രവേശിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴുകയാണ്. അങ്ങനെ തൊലിയുടെ നിറം മാറി അദ്ദേഹം വെള്ളക്കാരനായി തീരുകയാണ്. അങ്ങനെയാണ് അയാൾ ആദ്യത്തെ ബ്രിട്ടീഷുകാരനായി തീർന്നത് എന്ന് വെരിയർ എൽവിൻ കളക്ട് ചെയ്ത എന്താ പറയാ ഒരു കഥയിൽ അദ്ദേഹത്തിന്റെ മിത്സ് ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, പുതിയ കാലത്ത് പുതിയ പുതിയ കഥകൾ അവര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാമൊഴിക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോ ഞാൻ കളക്ട് ചെയ്ത അടിയരാമായണത്തിലും മറ്റും സീതയെ രാവണൻ കൊണ്ടുപോകുന്നത് ഒരു കാളവണ്ടിയിലാണ്. ഇപ്പൊ കാളവണ്ടിയിലാണെങ്കിൽ ഇനിയൊരു 50 വർഷമൊക്കെ കഴിയുമ്പോ കാളവണ്ടി എന്നുള്ളത് ആർക്കും പരിചയമില്ലാത്തൊരു കാലത്തെത്തുമ്പോ ചിലപ്പോ സീതയെ കാറിൽ കൊണ്ടുപോയി എന്ന് വരാം. പുതിയ വാമൊഴി കഥകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് ഇങ്ങനെ ഒരു റിട്ടൺ ഫോമിനെ പോലെ ഒരുത്തിൽ സ്തംഭിച്ചു പോകുന്നില്ല. അപ്പൊ കഥയിൽ പിന്നെയും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ മാപ്പിള രാമായണത്തിന്റെ കാര്യം പറഞ്ഞു, അത് മുസ്ലിം പശ്ചാത്തലത്തിലേക്ക് റീറൈറ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. ഈ രീതിയിൽ എന്താ പറയാ ഓരോ പ്രദേശത്തും ഈ രീതിയിലുള്ള ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ സീതയെ നമ്മുടെ രാവണൻ പ്രസവിച്ചു എന്ന് പറയുന്ന കഥ പോലുണ്ട്. ഇപ്പോ ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്താൻ നമ്മുടെ സമയമായിട്ടുണ്ട്. ഇപ്പോ ഒരൊറ്റൊരു കാര്യം, നമുക്ക് രാവണപുത്രി എന്ന കവിത നമുക്കറിയാം.
വയലാറിന്റെ പ്രസിദ്ധമായ കവിതയാണ്. പക്ഷേ ഒട്ടുമിക്ക വിദേശ രാമായണങ്ങളിലും സീത രാവണന്റെ പുത്രിയാണ് എന്ന പാഠമാണ് മുമ്പോട്ട് വെക്കുന്നത്. നമ്മുടെ A.K. രാമാനുജൻ കളക്ട് ചെയ്ത ഒരു കഥയിൽ സീതയെ പ്രസവിക്കുന്നത് രാവണനാണ്. രസകരാണ്. ഒരിക്കൽ രാവണൻ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു പഴം ഭക്ഷിച്ചു. ഇങ്ങനെ തേടി നടക്കുമ്പോ അദ്ദേഹത്തിന് ശിവൻ ഒരു വിഷ്ണു ഒരു പഴം നൽകുകയാണ്. ആ പഴം ഭക്ഷിച്ചപ്പോ അദ്ദേഹം ഗർഭം ധരിക്കുന്നു. ഗർഭിണി എന്ന് പറയാൻ പറ്റില്ല, ഗർഭം ധരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയാ, 10 മാസം നമ്മുടെ സാധാരണ ഗർഭിണിയായ ഒരു സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുകയാണ്. വയറ് വീർക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒടുവിൽ വയറ്റാട്ടികളെ അമ്പരപ്പിച്ചുകൊണ്ട് രാവണൻ ഒരു തുമ്മലിലൂടെ, മൂക്കിലൂടെ സീത പുറത്തേക്ക് വരികയാണ്. നമ്മുടെ A.K. രാമാനുജൻ കോട്ട് ചെയ്ത ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ സീതയുടെ ജനനം പല രീതിയിൽ പറയുന്ന കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇത് മുഴുവൻ പറഞ്ഞു പോകാൻ നേരെയില്ലാത്തത് കൊണ്ടാണ്. വേറൊരു കഥയിൽ ഒരു മുട്ടയിൽ നിന്ന് സീത വിരിഞ്ഞു വരുന്നുണ്ട്. അത് രസകരാണ്. രാവണന്റെ ദുഷ്ടതകൾ ഒക്കെ സഹിക്കവയ്യാതായപ്പോ ഒരു ദിവസം മണ്ഡോദരി ഒരു കാര്യം ചെയ്യാണ്. മണ്ഡോദരി രാവണന്റെ ഭാര്യയാണ്. രാവണന്റെ ഭാര്യയാണ്. അതേസമയം തന്നെ രാവണന് വാൽമീകി രാമായണം അനുസരിച്ച് അനേകം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് സ്ത്രീക്ക് വലിയ ദുഃഖം ഉണ്ടാക്കുന്നു. ഈ സമയത്ത് ഇദ്ദേഹത്തിന് മറ്റൊരു ഹോബി കൂടിയുണ്ട്. ആ കഥയിൽ പറയുന്ന അങ്ങനെയാണ്. ഇതും A.K. രാമാനുജൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ അതും ഇങ്ങനെയാണ്. മഹർഷിമാരെ അമ്പെയ്തും മറ്റും പിടിച്ച് അവരുടെ രക്തം ശേഖരിച്ചു വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ രാവണനുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഒരു ഭരണിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ അതിൽ അങ്ങനെ സൂക്ഷിച്ചു വെച്ചതിൽ വേറെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. അത് മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമ്മുടെ മണ്ഡോദരിക്ക് ആത്മഹത്യ ചെയ്യണം എന്നൊരിക്കൽ തോന്നുകയാണ്. ആ സമയത്ത് മണ്ഡോദരി ഈ ശേഖരിച്ചു വെച്ച ഈ രക്തം എടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ചപ്പോ നമ്മുടെ മണ്ഡോദരി മരിച്ചു പോകുന്നില്ല, പകരം മണ്ഡോദരി ഗർഭം ധരിക്കുന്നു. അങ്ങനെ ഗർഭം ധരിച്ചപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അവിടുത്തെ പണ്ഡിതന്മാർ, പ്രവാചകന്മാർ, പ്രവചിക്കുന്ന ആളുകൾ അവരൊക്കെ പറയാണ് ഇനി പ്രസവിക്കാൻ പോകുന്ന കുട്ടി, അതിനെക്കുറിച്ച് പല പ്രവചനങ്ങൾ വരുന്നു. പക്ഷേ 10 മാസമായപ്പോൾ മണ്ഡോദരി ഒരു മുട്ടയാണ് പ്രസവിക്കുന്നത്. ആ മുട്ടയെക്കുറിച്ച് അവിടുത്തെ പ്രവാചകന്മാർ, പ്രവചിക്കുന്ന ആളുകൾ പറയാണ്, ജ്യോതിഷന്മാർ പറയാണ്, ഈ മുട്ട രാക്ഷസ വംശത്തിന്റെ അന്തക വിത്താണ്, അതുകൊണ്ട് ഇത് നശിപ്പിക്കണം എന്ന് പറയാണ്. പക്ഷെ രാവണൻ അതിന് തയ്യാറാവുമ്പോഴും മണ്ഡോദരി തയ്യാറാവുന്നില്ല. ഒടുവിൽ മണ്ഡോദരി ചെയ്യുന്നത് ഒരു രാജകുമാരനെ, അവിടുത്തെ ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഒരു പെട്ടിയിൽ ഈ ഒരു മുട്ട വെച്ചിട്ട് കടലിൽ ഒഴുക്കാൻ പറയാണ്. അങ്ങനെ കടലിൽ ഒഴുക്കുന്നു. അങ്ങനെ കടലിൽ ഒഴുക്കിയിട്ട് അത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തെത്തുകയാണ്. അവിടെ മാധവ് ചലിയ എന്ന ഒരു കർഷകന് ഇത് കിട്ടുകയാണ്. ഈ കഥ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രപതി രാമായണത്തിലാണ്. അപ്പോ മാധവ് ചലിയ എന്ന ബംഗാളിക്ക് കിട്ടുന്നു. അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടാവുന്നു. ഈ മുട്ടക്കുള്ളിലുള്ളത് മഹാലക്ഷ്മിയാണ് എന്നും ഇത് രാജാവിന് കൊണ്ടുപോയി കൊടുക്കണമെന്നും. അങ്ങനെ അദ്ദേഹം ജനക മഹാരാജാവിന് ഈ മുട്ട പോയി കൊണ്ടു കൊടുക്കുകയാണ്. ജനക മഹാരാജാവിന് മക്കളില്ലായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാവുന്നു. പക്ഷേ അദ്ദേഹത്തോട് ഈ കർഷകൻ ഒരു കണ്ടീഷൻ മാത്രമേ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഇതാണ് ആ കണ്ടീഷൻ. ആ കർഷകന്റെ ഭാര്യയുടെ പേര് ശത എന്നാണ്. അതുകൊണ്ട് ഈ മുട്ടയിൽ നിന്ന് വിരിയുന്ന കുട്ടിക്ക്, സ്ത്രീക്ക് സീത എന്ന പേര് കൊടുക്കണം എന്നാണ്. അപ്പോ ഇതാണ് ചന്ദ്രപതി രാമായണത്തിൽ പറയുന്ന ഒരു കഥ. ഇത് നാടോടിയായിട്ട് ഏറെ പ്രചരിച്ചൊരു കഥയായിരിക്കണം. അത് ഒരുപക്ഷെ ചന്ദ്രപതി കളക്ട് ചെയ്തതാവാം. അപ്പോൾ സീതയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഘട്ടവും ഡിഫറെന്റ് ആയിട്ടാണ് വിവിധ രാമായണങ്ങൾ അവതരിപ്പിക്കുന്നത്. രാമായണം ഒരിക്കലും തന്നെ ഒരൊറ്റ ടെക്സ്റ്റ് അല്ല, അത് അനേകമാണ്. നമുക്കുള്ളത് രാമായണമല്ല, രാമായണങ്ങളാണ്. അതുകൊണ്ട് രാമായണങ്ങൾക്കെതിരെ ഉള്ള ഏത് അറ്റാക്കും, ഏത് കടന്നുകയറ്റവും അത് രാമായണ സംസ്കാരത്തിന് മേലെയുള്ള അറ്റാക്കാണ്. അതുകൊണ്ട് ഏക പാഠം എന്ന വാദഗതി അത് ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും അത് രാമായണ സംസ്കാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ബഹുത്വം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം സമയം പറഞ്ഞതിലേറെയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്കും മറ്റും കടക്കാം.
ഹലോ സജിൻ, ഈ ചർച്ച ഒന്ന് ക്രോഡീകരിക്കാനും അതുപോലെ തന്നെ ചോദ്യങ്ങളിൽ നിന്ന് ഇടപെടാനും വേണ്ടി എലമെന്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനായിട്ടുള്ള ഡോക്ടർ സജിനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോട് സംസാരിച്ചത് ബഹുമാനായ ആസീസ് തരുവണ മാഷാണ്. അദ്ദേഹം തൻ്റെ പാണ്ഡിത്യം വെളിവാകുന്ന തരത്തിൽ രാമായണങ്ങളും വിവിധങ്ങളായ ഇതിഹാസ രൂപങ്ങളിൽ നിലനിൽക്കുന്ന നാടോടി പാരമ്പര്യത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കുകയുണ്ടായി. മാഷിന്റെ പ്രഭാഷണത്തിലുടനീളം ഒരു പാഠം എങ്ങനെയാണ് പുതിയ കാലത്തിന്റെ ദൈക്ഷണിക വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. രാമായണം ഖരരൂപത്തിലും ദ്രവരൂപത്തിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പാഠം അതിൻ്റെ ഫ്ലൂയിഡിറ്റി മറ്റ് പല പാഠങ്ങളിലേക്കും ഒഴുകി പരക്കുന്നത് എന്ന പുതിയ ധാരണയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. നിരവധിയായ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പലതും വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്ന, സംശയങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ ആദ്യമായി വന്ന ഒരു ചോദ്യം ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ വായിക്കാം. മാഷ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അസീസ് മാഷെ? സാറിന്റെ ഫോൺ ഞാൻ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ മാഷെ. കേരളീയരായ ആചാര്യ നരേന്ദ്രഭൂഷൺ, KP നാരായണ പിഷാരടി, മാര, പുത്തേഴത്ത് രാമൻ മേനോൻ, തുറവൂർ വിശ്വംഭരൻ, കുറ്റിപ്പുഴ, IC ചാക്കോ, KG പൗലോസ് തുടങ്ങിയവരുടെ പഠനങ്ങൾ വേണ്ട വിധം നാം വിലയിരുത്താത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ണികൃഷ്ണൻ മാഷ് ചോദിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രതികരണം. ഒന്നാമതായി ഇത് ഒരു മണിക്കൂറിൽ സംസാരിച്ച് തീർക്കേണ്ടത് കൊണ്ട് ഞാനൊരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഇവിടെ നടത്തിയത്. എനിക്ക് തോന്നുന്നത് എനിക്കൊരു 10 ദിവസത്തെ, നമ്മൾ പറയല്ലോ, ഒരു 10 മണിക്കൂറെങ്കിലും ഒന്നിച്ച് കിട്ടിയാലേ എനിക്ക് ഇത് എവിടെയെങ്കിലും പറഞ്ഞെത്തിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ചെയ്തത് അവിടെ ഇവിടെ തൊട്ട് പോവുക മാത്രമാണ്. വിശദീകരിക്കാനുള്ള പരിമിതികൾ ധാരാളമുണ്ട്. ഇപ്പോ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒന്നിലേറെ ലേഖനങ്ങൾ രാമായണത്തെ കുറിച്ചുണ്ട്. അത് ആദ്യം പറഞ്ഞത് പിന്നീട് അദ്ദേഹം തിരുത്തുന്ന പോലും ഉണ്ട്. അപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ഞാൻ എന്റെ ഗവേഷണ കാലത്ത് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ തന്നെ റിട്ടൺ രാമായണങ്ങളെ കുറിച്ചാണ് ഏറെ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. എൻ്റെ ഒരു വിഷയം അതായിരുന്നില്ല ഇവിടെ. കാരണം അതൊക്കെ തന്നെ വിലമതിക്കേണ്ടതാണ്. ഞാനത് ഇപ്പോ എന്റെ സംസാരത്തിൽ അതൊരു പ്രസക്തമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇപ്പോ ഞാൻ അതിലൊക്കെ പ്രാധാന്യത്തോട് കാണുന്ന നിരവധി വെസ്റ്റേൺ പണ്ഡിതന്മാരുണ്ട്. എനിക്ക് എന്റെ മുമ്പിൽ തന്നെ, എന്റെ റൂമിൽ തന്നെ ഒരു രാമായണ ലൈബ്രറി ഉണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആചാര്യ നരേന്ദ്രഭൂഷന്റെയും മറ്റും പഠനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുത്തകെഴുത്തിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ കയ്യിലുള്ള ടെക്സ്റ്റുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതൊരു വിഷയമായി വരാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാത്തത്. നമുക്ക് റിട്ടൺ രാമായണങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ രാമായണങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള രാമായണങ്ങളെ കുറിച്ച് വേണമെങ്കിൽ മാത്രം പറയാൻ പറ്റും. കവിതയിൽ എങ്ങനെ രാമായണം ഉപയോഗിച്ചതിനെ കുറിച്ച് പറയാൻ പറ്റും. ഇതൊക്കെ ഓരോ വിഷയങ്ങളാണ്. എനിക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഞാൻ പലരോടും, നമ്മൾ ഇക്കാലത്ത് ഇപ്പോ ആളുകൾ അവസരങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഞാനിത് പലപ്പോഴും എനിക്ക് പറയാൻ മുട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാറുണ്ട്, കുറച്ചും കൂടി നിങ്ങൾ എന്നോട് ക്ഷണിച്ച് ഇന്ന വിഷയം ക്ഷണിച്ചാൽ ഞാൻ അത് പറയാമെന്ന്. അപ്പോ ഇത്തരം സ്റ്റഡീസ് വലിയ വിലമതിക്കേണ്ടത് തന്നെയാണ്, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അപ്പോ അതൊന്നും പറയാനുള്ള ഒരു സന്ദർഭവും സമയവും ഇവിടെ ഇല്ല എന്നുള്ള ഒരു പരിമിതി എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരം പഠനങ്ങളിലേക്കൊന്നും പോവാതിരുന്നത്. കാമിൽ ബുൽക്കയുടേത് തന്നെ നമുക്ക് ധാരാളം പറയാനുണ്ട്. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഇത് ഒരു കേരളീയ സബ്ജക്റ്റ് ആയിട്ടല്ല നമ്മളിപ്പോ സംസാരിച്ചത്, ഓൾ ഇന്ത്യ എന്ന രീതിയിലായിരുന്നു. ഓക്കെ. അജി ചേതനയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അജി ചേതന ഉന്നയിക്കുന്ന ചോദ്യം ഒരുപക്ഷെ മാഷിന്റെ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ച വിവിധ കാണ്ഡങ്ങൾ തന്നെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാവാം ആണ് എന്ന നിരീക്ഷണത്തോട് ചേരുന്ന ഒന്നാണ്. എങ്കിലും ചോദ്യം ഞാൻ വാദിക്കാം. വാത്മീകി രാമായണം പോലും കൂട്ടിച്ചേർക്കലിന് വിധേയമായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഉത്തരകാന്ഡം വാത്മീകി രചനയല്ലെന്ന് വാദമുണ്ടല്ലോ. ഇങ്ങനൊരു
ചോദ്യം അജി ചേതന ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് കൂട്ടിച്ചേർത്തതാണോ എന്നല്ലേ ചോദ്യം, അല്ലേ? അതില് രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് കാമിൽ ബുൽക്കെ വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ചില കാണ്ഡങ്ങൾ, ചില ശ്ലോകങ്ങൾ ഇത് പിന്നീട് എഴുതി ചേർത്താണ്. ഇത് മനസ്സിലാക്കാൻ ചില അളവുകോലുകളുണ്ട്. ഒന്ന്, ഇതിൽ ഉപയോഗിച്ച ഭാഷയാണ്, സംസ്കൃത ഭാഷയിൽ വരുന്ന ചേഞ്ച്. അതേപോലെ തന്നെ അതിനു മുമ്പ് കിട്ടിയ ചില ടെക്സ്റ്റുകളിൽ, ഏറ്റവും പ്രാചീനമായ ടെക്സ്റ്റുകളിൽ ചിലപ്പോ ഇത് കിട്ടില്ല. ഇപ്പോ പല ഗവേഷകരും പറയുന്ന ഒരു മഹാഭാരതത്തിന്റെ ഒരു സെക്കൻഡ്, മഹാഭാരതത്തിന്റെ ദ്രോണ പർവ്വത്തിലെയും ശാന്തി പർവ്വത്തിലും വളരെ സംക്ഷിപ്തമായി രാമകഥ കൊടുത്തിട്ടുണ്ട് എന്ന് കാമിൽ ബുൽക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മഹാഭാരതം നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നീടാണ് അറിയുന്നത്, അദ്ദേഹം തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഈ ആഖ്യാനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്ന്. മഹാഭാരതത്തിനെ കുറിച്ച് ഈ രാമായണം വേണമെങ്കിൽ ചേർത്ത് പറയാം. മഹാഭാരതവും നമുക്കറിയാം, ആദ്യം അത് 8000 ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പറയുന്ന പേര് എന്താ പറയാ, ജയം എന്നായിരുന്നു. പിന്നീട് അത് 25,000 ശ്ലോകങ്ങളായി മാറുന്നു. അതിനാണ് ഭാരതം എന്ന് പറഞ്ഞത്. പിന്നീട് അത് 1,00,000-ലേറെ ശ്ലോകങ്ങളായി മാറുന്നു. അപ്പോഴാണ് നമ്മൾ മഹാഭാരതം എന്ന പേര് കൊടുത്തത്. ഇതേപോലെ തന്നെ രാമായണത്തിന്, വാൽമീകി രാമായണത്തിൽ ധാരാളം പ്രക്ഷിപ്തങ്ങളുണ്ട് എന്ന് കാമിൽ ബുൽക്കെ പോലുള്ള ഗവേഷകർ പറയുന്നുണ്ട്. അത് ഇടയ്ക്കിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടേയിരിക്കും. എന്തിനാണ് കൂട്ടിച്ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് വളരെ മനോഹരമായിട്ടാ കൂട്ടിച്ചേർക്കലുകൾ. അപ്പോ ഒരിക്കലും അവിടെ ഒരു കല്ലുകടിയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല. അതും നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ ഞാൻ പറയാ, ഇപ്പോ വാൽമീകി രാമായണം എന്ന് നമുക്ക് പറയുന്നത് ഇപ്പോഴുള്ള എന്താണോ അതാണെന്ന് ഞാൻ പറയും. കാരണം കൂട്ടിച്ചേർത്തത് അത്രയേറെ ഉണ്ടായിരിക്കാം, അങ്ങനെ പറയാൻ പറ്റൂ. കൂട്ടിച്ചേർക്കലുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് രാജാക്കന്മാരും മറ്റുമാണ് ബോധപൂർവം ചെയ്യിച്ചിട്ടുള്ളതെന്നും നമുക്കറിയാം. കാരണം അത് അധികാരവുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവരെ കൂട്ടിച്ചേർക്കുന്നുണ്ടാവും, കുടുംബത്തെ, രാജവംശത്തെ, ഇങ്ങനെയൊക്കെ ചേർക്കുന്ന രീതിയിൽ. അപ്പോ ഇപ്പൊ നമുക്ക് വായിക്കുമ്പോൾ ആ കാലഘട്ടം പലതാണെന്നൊന്നും തോന്നില്ല. കാരണം അതിൽ ഒഴുക്കിലങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ചോദ്യവും കൂടിയുണ്ട് മാഷെ. അത് കുറച്ചുകൂടി പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഗോത്രവർഗ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന കഥയിൽ ആര്യ അധിനിവേശം ഉണ്ടായതല്ലേ ഇന്നത്തെ രാമായണം? ആര്യ സൃഷ്ടിയാണ് രാമായണം എന്ന് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? വേദേതിഹാസ കൃതികളെല്ലാം മേൽജാതി തൻ പൈതൃകമാണ് പോലും എന്ന് വള്ളത്തോള് പറയുന്നുണ്ട്. ആര്യ രാമൻ എന്ന ആളെ കുറിച്ച്, കഥാപാത്രത്തെ കുറിച്ച്, അല്ലെങ്കിൽ രാജാവിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തിൽ ഈ കഥ നടക്കുന്നത് ഇങ്ങനെ ഒരു ഈജിപ്തിലെ ഒരു രാജപരമ്പരയുടെ പേര് രാംസേസ് ഒന്നാമൻ, രണ്ടാമൻ എന്നൊക്കെയാണ്. രാം എന്ന് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സിറിയയിലെ ഒരു രാജപരമ്പരയുടെ പേര്, ഒരു രാജാവിന്റെ പേര് ദശ്രുത്ത് എന്നാണ്. നിങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ, ഫലസ്തീനിലേക്ക് പോകുമ്പോൾ മഹാബലിയുടെ കഥ വലിയ വ്യത്യാസമില്ലാതെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മധ്യേഷ്യൻ കണക്ഷൻ നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പോ കൃഷ്ണൻ ഒരു അനാര്യ ദൈവമാണ്, ഇന്ത്യൻ ദൈവമാണ്. പക്ഷെ രാമൻ ഒരു പുറമേ നിന്ന് വന്ന ഒരാളാണെന്ന രീതിയിലുള്ള നിരവധി പഠനങ്ങൾ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു കൗതുകമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. മുഹമ്മദ് നബി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞ ആ വാചകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ 1000 വർഷം മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതിങ്ങനെയാണ് മുഹമ്മദ് നബി പറയുന്നത്, കാന ഫിൽ ഹിന്ദി നബിയുൻ അസ്വദുല്ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കർവർണനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കാഹിന, കനയ്യ അല്ലെങ്കിൽ കണ്ണൻ എന്നായിരുന്നു എന്ന് മുഹമ്മദ് നബി പറയുന്നത്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ആര്യ കഥയാണ് എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഒരൊറ്റ അഭിപ്രായത്തിലേക്ക് ചുരുക്കേണ്ട അഭിപ്രായം, ഇതൊന്നും ഖണ്ഡിതമായ അല്ലെങ്കിൽ ഇതല്ലാത്തൊരു അഭിപ്രായം ഇല്ല എന്ന അഭിപ്രായമൊന്നുമില്ല. അപ്പോ അങ്ങനെയുള്ള പഠനങ്ങളും ധാരാളം വന്നിട്ടുണ്ട്. രാമായണം തീർച്ചയായിട്ടും ഒരു ആര്യ കഥയാണ് എന്നോ അനാര്യ വിഭാഗങ്ങൾ. കാരണം രാക്ഷസന്മാരോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, രാക്ഷസന്മാർ അപരന്മാരായിട്ടാണ്
അസുരന്മാരും ഈ കഥയിലൊക്കെ വരുന്നത്. അസുരന്മാരും രാക്ഷസന്മാരും ഇന്നും ഇന്ത്യയിലുള്ള രണ്ട് ജാതികളാണെന്ന് നമുക്കറിയാം. അപ്പൊ അസുര ജാതിയുടെ ഇടയിൽ രാമായണ കഥകൾ നിലനിൽക്കുന്നുണ്ട്. അസുര എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമാണ്. വാൽമീകി എന്നത് പിന്നെ OBC-യിൽ പെടുന്ന ഒരു ജാതിയാണ്, UP-യിലും മറ്റുള്ളത്. പിന്നെ അപ്പോ ഈ കഥകളിൽ അവരുടെ ഇടയിൽ അവരൊക്കെ തന്നെ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടാണ്, തദ്ദേശവാസികളായ ജനതയെ അപരവൽക്കരിച്ചുകൊണ്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ എനിക്ക് കൊസാംബിയെ കോട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചോദ്യത്തിൽ. അപ്പോ അവിടെ ഒരു ചോദ്യമുണ്ട്, എവിടെ കണ്ടാലും കൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ രാക്ഷസന്മാരെ. എന്തിനാണ് രാക്ഷസന്മാരെ ഇങ്ങനെ കൊല്ലുന്നത്? രാക്ഷസന്മാരെന്തായിരുന്നു തെറ്റ് ചെയ്തത്? ആ ഒരു ചോദ്യം പ്രസക്താണ്. അപ്പോ കൊസാംബി പറയുന്നുണ്ട്, പിന്നെ ഇവർക്കെതിരെയുള്ള ഒരു ചാർജ് ഷീറ്റ് ഇവർ യാഗങ്ങൾ മുടക്കുന്നു എന്നായിരുന്നു. എന്താണ് യാഗം എന്ന് കൊസാംബി പറയുന്നുണ്ട്. രാജാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് യാഗങ്ങൾ ചെയ്യുന്നത്. അപ്പൊ രാജാവിന് അഭിവൃദ്ധി ഉണ്ടാവുന്നത് കൃഷി വികസിക്കുമ്പോഴാണ്. അന്ന് വ്യവസായം ഇല്ല. അപ്പൊ കൃഷി വികസിക്കാൻ എന്ത് ചെയ്യും? കാടും പ്രദേശം മുഴുവൻ തീയിട്ട് അവിടെയൊക്കെ കൃഷി ഇറക്കും. ആ സമയത്ത് തദ്ദേശവാസികൾ, ഇപ്പൊ അണക്കെട്ടും മറ്റും വരുമ്പോ അവിടെയുള്ള ആളുകൾ അതിനെ ചെറുത്ത് നിൽക്കുന്നത് പോലെ കാട്ടിന് തീയിടുമ്പോ അവർ ചെറുത്ത് നിൽക്കും. അങ്ങനെ ചെറുത്ത് നിൽക്കുമ്പോ കാരണം അവരുടെ ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നത്. ആ സമയത്ത് ക്ഷത്രിയന്മാര് പോയിട്ട് പിന്നെ ഇവരെ കൊന്നൊടുക്കും. അപ്പോ യാഗം, യജ്ഞം എന്താണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അപ്പോ നമ്മൾ കാണുന്നത് ഈ രീതിയിൽ തദ്ദേശവാസികളെ അടിച്ചൊതുക്കിയതിന്റെ കഥ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ദ്രന്റെ ഒരു പര്യായം തന്നെ എന്താ? പുരങ്ങൾ നശിപ്പിച്ചവൻ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. എന്താണ് ഈ പുരങ്ങൾ നശിപ്പിക്കൽ? അത് തീർച്ചയായിട്ടും നമുക്കറിയാം 920 ശേഷമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഹാരപ്പയിലും മോഹൻജദാരിലും ലോത്താളിലും മറ്റും നടത്തിയ ഗവേഷണങ്ങൾക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റും അത് ഇന്ത്യയിലേക്ക് വന്ന ആര്യാധിനിവേശത്തിന്റെ ഒരു കഥയാണ് എന്ന രീതിയിൽ. ഇതൊന്നും ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറയുന്നതല്ല, ഇതിനൊക്കെ കുറെ കോട്ടിങ് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പോ ഈ രീതിയിൽ ധാരാളം ആഖ്യാനങ്ങൾ, പിന്നെ എന്താ പറയാ, ചരിത്ര പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ആര്യ അനാര്യ സംഘടനം എന്നത് ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ മാത്രമല്ല, അതിനു മുമ്പേ തന്നെ ഋഗ്വേദത്തിൽ അല്ലെങ്കിൽ ഇന്ദ്രനുമായി ബന്ധപ്പെട്ട ആദ്യകാല കൃതികളിൽ മുതലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ദ്രനും അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ അനാര്യനായ ഇന്ത്യനായ കൃഷ്ണനും തമ്മിലുള്ള ഫൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൊസാംബിയൊക്കെ ആ രീതിയിലാണ് ഇതിനെ വിശകലനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാഷെ. കർത്തൃത്വം തന്നെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നത് വശിഷ്ഠ, ധർമ്മിഷ്ഠ, ശ്രേഷ്ഠജിത്ത് എന്ന് പറയുന്ന കുറെ പേരുകളുള്ള ഒരാളുണ്ടാണ്. അത് ആരാണെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: വയനാടൻ രാമായണം എഴുതാൻ എന്തുകൊണ്ടാണ് ഹാസ്യാത്മക ശൈലി തിരഞ്ഞെടുത്തതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചതാണോ? സംഭാഷണങ്ങളെല്ലാം തന്നെ തനി നാട്ടുഭാഷയും വളരെ സരസവുമായിട്ടാണ് എനിക്ക് തോന്നിയത്. പല ശൈലിയിൽ എഴുതിയ രാമായണങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഏറ്റവും ചിരിച്ച് ആസ്വദിച്ച് വായിച്ചത് കൊണ്ട് ചോദിച്ചതാണ്. അല്ല, അയാൾ ആ ചോദ്യകർത്താവിന്റെ പേര് മുഴുവൻ പറയാൻ കിട്ടാത്തത് കൊണ്ടാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാപ്പിള രാമായണമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മാപ്പിള രാമായണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റെ അഭിപ്രായത്തിൽ അത് കാരശ്ശേരി മാഷ് ഒരുപക്ഷെ അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല, അതൊരു പാരഡി രാമായണമാണെന്നാ ഞാൻ പറയാം. അതൊരു മാപ്പിള പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതിയ, റീറൈറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പാരഡി രാമായണമാണ്. അതേസമയം എന്റെ വയനാടൻ രാമായണം ഇതൊരിക്കലും ഹാസ്യമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ഇത് എന്റെ തീസിസ് അല്ല, ഇത് എന്റെ തീസിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പുസ്തകം മാത്രമാണ്. ഈ പുസ്തകത്തിൽ എവിടെയും ഞാൻ ഇതൊരു കോമഡി ആയിട്ടല്ല അവതരിപ്പിക്കുന്നത്. കാരണം അടിയരാമായണം കോമഡി അല്ല. വയനാടൻ ചെട്ടിമാര് പറയുന്ന, വയനാടൻ ചെട്ടി എന്നത് വയനാട്ടിലെ ഒരു സമുദായമാണ്. അത് മറ്റ് ജില്ലകളിലുള്ള ചെട്ടിയോ ഒന്നുമല്ല. വയനാടൻ ചെട്ടി ഇവിടെയുള്ള ഒരു ദലിത് കമ്മ്യൂണിറ്റിയാണ്. അവര് പറയുന്ന ചെട്ടി രാമായണം, ഞാനത് കാളങ്കണ്ടി രാവണ്ണി ചെട്ടി എന്ന് പറയുന്ന ഒരാളെടുത്ത് പോയപ്പോൾ അയാൾ ഒരു നോട്ട്ബുക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് അതങ്ങനെ തരികയാണ് ചെയ്തത്. വലിയ സഹായമായിരുന്നു. പിന്നീട് ഞാൻ അവരുടെ ഇടയിൽ നിന്ന് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. അതും ഒട്ടും തമാശയല്ല. ത്രേതായുഗത്തിലാണ് കഥ നടക്കുന്നത്. പക്ഷേ വയനാടിന്റെ പശ്ചാത്തലത്തിലാണ് കഥയിലൊക്കെ വരുന്നത്. വയനാടിന്റെ അതിർത്തിയും അവരുടെ കണ്ടപുലി എന്നൊക്കെ പറയുന്ന ദൈവങ്ങളും ഒക്കെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നീട് എന്റെ പുസ്തകത്തിലുള്ള ഒരു അധ്യായം വയനാടൻ സീതായനം എന്ന, ഇതൊന്നും തമാശയല്ല. പിന്നീട് ഞാൻ വയനാട്ടിലെ 10-25ഓളം സ്ഥലനാമങ്ങൾക്ക് പിന്നീടുള്ള ഐതിഹ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുള്ളോ കുറുമരുടെ കളിപ്പാട്ടുകളിൽ എങ്ങനെയാണ് രാമായണം വരുന്നത് എന്ന് പറയുന്നുണ്ട്.
അതേപോലെ ഉൽപ്പത്തി പുരാവൃത്തങ്ങളിൽ എങ്ങനെയാണ് രാമായണ കഥകൾ വരുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ട്രൈബ്സിന്റെയും മറ്റും. ഇതിൽ എവിടെയാണ് ഇതിലെ തമാശ? അദ്ദേഹം വായിച്ച് ചിരിക്കേണ്ടതായ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതില് അദ്ദേഹം വായിച്ചത് മാപ്പിള രാമായണം ആയിരിക്കും മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പക്ഷെ നമുക്ക് ആതിര കെയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇതിഹാസങ്ങൾ ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അതീശത്വ പ്രത്യയശാസ്ത്രമായി തീവ്രതയോടെ പിടിമുറുക്കുന്ന സമകാലത്ത് അവയുടെ നാടോടി പാരമ്പര്യം വിശദീകരിക്കുന്നത് പ്രതിരോധ സാധ്യതയായി കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊറോണ കാലത്ത് പോലും ചെയ്തത് പഴയ ടെലിവിഷൻ സീരിയൽ എടുത്ത് ഒന്നും കൂടി കാണിക്കുകയായിരുന്നു. 90കളിൽ 80കളുടെ അവസാനത്തിൽ ടെലിവിഷൻ രാമായണം കാണിച്ചപ്പോ ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണ് എന്ന് റോമിള താപ്പർ മുതൽ നിരവധി പണ്ഡിതന്മാര് അക്കേട്ട് നിരത്തുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡ് പറയുന്നതിന് കുഴപ്പമില്ലെന്ന് ഞാൻ കരുതുന്നത്. അപ്പോ സംഭവിച്ചത് ആളുകൾ സിനിമ കണ്ടത്, ടെലിവിഷൻ സീരിയൽ കണ്ടത് ഭക്തിയോടെ, തൊടുകഴിയോടെ, പൂജാമുറിയിൽ ടെലിവിഷൻ വെച്ച് കുളിച്ച് കുറിതൊട്ടിരുന്നാണ് ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെയാണ് സീരിയൽ കണ്ടത് എന്ന് റോമിള താപ്പറും മറ്റും പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം അയോധ്യയിൽ 93-ൽ അവിടെ വലിയ ഈ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് അവിടെ വലിയ ഒരു പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഇവര് രാമലക്ഷ്മണന്മാരുടെ മറ്റും വേഷം അണിഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രകടനം. അതിന്റെ ഒരു ഹാങ്ങോ അല്ലെങ്കിൽ ഈ സീരിയലിന്റെ ഒരു അനുകരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോ റിട്ടൺ രാമായണം ഇപ്പോ സംഘപരിവാറും മറ്റും പറയുന്നത് ഏക രാമായണം എന്ന വാദഗതിയാണ്. അത് വാൽമീകി രാമായണമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഭക്തി പറയുന്ന ഏതാനും പാഠങ്ങൾ. കാരണം വാൽമീകിയിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്ത പാഠങ്ങളെ മാത്രമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കുമ്പോൾ രാമായണത്തിന്റെ ബഹുസ്വരത, ആയിരക്കണക്കിനുള്ള രാമായണത്തിന്റെ വ്യാപനത്തിന്റെ അതിന്റെ എന്താ പറയാ സാംസ്കാരിക വൈവിധ്യത്തെയാണ് നമ്മൾ റദ്ദ് ചെയ്യുന്നത്. അപ്പോ രാമായണം പല സമുദായങ്ങളും സ്വീകരിക്കുന്നത് ഒരു റിട്ടൺ ടെക്സ്റ്റ് എന്ന രീതിയിലല്ല. ഞാനൊരു തമാശ പറയാം. ഞാൻ എന്റെ റിസർച്ച് കാലത്ത് മാധവി വൈദ്യരെ കാണാൻ പോവാണ്. അദ്ദേഹം ഈ കഥ എനിക്ക് നിരവധി ദിവസങ്ങളിലായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് മുഴുവനും ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിലൂടെ അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു. അദ്ദേഹം 10 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വാൽമീകിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? അയാൾ കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞത്, അയാളെ എനിക്ക് പരിചയമില്ല, അയാൾ ഈ കുന്നിലല്ല, നിങ്ങൾ അപ്പുറത്തെ കുന്നിൽ പോയി അന്വേഷിച്ച് നോക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുതുന്നത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിട്ടൺ ടെക്സ്റ്റ് എന്നത് അദ്ദേഹത്തിന് പരിചയമേ ഇല്ല. അപ്പൊ ഇത് എവിടുന്ന് അദ്ദേഹം കേട്ടു എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം നമുക്കറിയാം 1975 വരെ വയനാട്ടിൽ പണിയ സമുദായങ്ങളെ വയനാട്ടിലെ ഭൂവുടമകളും മറ്റും നിപ്പ് പണം നൽകി 1 വർഷത്തേക്ക് അടിമകളായി കൊണ്ടുപോയിരുന്നു. അങ്ങനെ 35 വർഷത്തിലധികം അടിമ ജോലി ചെയ്ത ഒരാളാണ് മാധവി വൈദ്യര്, നമ്മുടെ പി കെ കാളൻ, ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ സവർണ ജീവിത പരിസരത്തിൽ നിന്ന്, അവരുടെ ക്ഷേത്രങ്ങളിൽ പറയുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് മറ്റും അവർ ഈ കഥകൾ കേൾക്കാൻ ഇടയുണ്ട്. അങ്ങനെ പല രീതിയിലാവാം ഈ കഥ അവരിലേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നത്, കിടക്കാൻ നോക്കുമ്പോൾ എനിക്ക് മുത്തശ്ശൻ പറഞ്ഞു തന്ന കഥകളാണ് എന്നാണ് മാധവി വൈദ്യര് പറയുന്നത്. മുത്തശ്ശൻ പറയുന്ന കഥ ഞാൻ ഒരിക്കലും മുഴുവൻ കേട്ടിട്ടില്ല, അതിനു മുമ്പേ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്നും അദ്ദേഹം ഒരിക്കൽ പറയും. ഇതൊക്കെ എന്റെ കയ്യിൽ റെക്കോർഡുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ റിട്ടൺ ടെക്സ്റ്റ് എന്ന ഒരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതല്ല, ഇത് ഒറ്റ ടെക്സ്റ്റ് അല്ല, ഇത് അനേകമാണ്, ഇത് ബഹുസ്വരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകവാദഗതിയെ നമുക്ക് തീർച്ചയായിട്ടും ചെറുത്ത് നിൽക്കാൻ പറ്റും. രാമായണത്തിന്റെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ രാഷ്ട്രീയം, അതിന്റെ ദൗത്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ KN പണിക്കരെ പോലുള്ള ആളുകള്, അദ്ദേഹം എന്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ടെല്ലിങ്സ്, ഡിഫറെന്റ് ടെല്ലിങ്സ്, ആ വാക്കാണ് AK രാമാനുജൻ ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഏകവാദഗതിയെ എന്താ പറയാ ചെറുത്തു നിൽക്കാനുള്ള ഒരു ആയുധമായിട്ട് കൂടി പറയുന്നുണ്ട്. രാമായണം, മഹാഭാരതം ഇതൊന്നും ഏതെങ്കിലും വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. അത് നമ്മുടെ വലിയൊരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ എന്നത് ഇന്ത്യയിലെ എല്ലാ ജാതി മതങ്ങൾക്കും പല രീതിയിൽ അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കുറ്റിയിലേക്ക് തളച്ചിടുമ്പോൾ അതിനെ ചെറുത്തു വെക്കുക എന്നത് ഒരു ഗവേഷകൻ എന്ന രീതിയിൽ എന്റെ ഒരു എന്താ പറയുക ഒരു എളിയ കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോ എന്റെ അടുത്ത പുസ്തകം വരാൻ പോവാണ്. അടുത്ത പുസ്തകം, ഇത് എന്റെ പുസ്തകം ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, ദി രാമായണസ് ഓഫ് വയനാട് എന്ന പേരില്. അപ്പോ ഈ പുസ്തകത്തെ കുറിച്ച് റോമിള താപ്പർ അടക്കം വളരെ എഴുതിയിട്ടുണ്ട്.
പിന്നെ ആ കാര്യങ്ങൾ എന്തായാലും അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പുസ്തകമായിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്റെ അടുത്തൊരു വർക്ക് മുസ്ലിം രാമായണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ മുസ്ലിം രാമായണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കൗതുകമുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അത് മത്തിയും അലുവയും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പലരും ഇവിടെ കേട്ടത് ആകെ ഒരു മാപ്പിള രാമായണം മാത്രമാണ്. നിങ്ങൾ ഇന്തോനേഷ്യൻ രാമായണം നോക്കൂ. ഇന്തോനേഷ്യൻ രാമായണത്തിൽ അവിടുത്തെ രാമായണം മുസ്ലിം പശ്ചാത്തലത്തിലേക്ക് റീറൈറ്റ് ചെയ്തതാണ്. അത് പാവക്കൂത്തുകളായി അവിടുത്തെ നാടകങ്ങളായി അവതരിപ്പിക്കുന്ന ആളുകളെല്ലാം തന്നെ നല്ലൊരു ശതമാനവും മുസ്ലിങ്ങളാണ്. സൊറഡോണോ എം കുസുമോ എന്നൊരു നാടകകാരന്റെ പേര് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കാരണം അദ്ദേഹം ഞാൻ ഒന്നിലേറെ സെമിനാറുകളിൽ പൂനെയിൽ മറ്റു പല സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഇത് കഥയിൽ മാത്രമല്ല, ഇന്തോനേഷ്യയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കൗതുകം മുസ്ലിം പേരുകളിൽ ദേവി എന്ന് പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദേവി എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു സാംസ്കാരികമായ കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്ക് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, കണ്ണൂരില് മാപ്പിള തെയ്യങ്ങളുണ്ട്. ആലിച്ചാമുണ്ടി, മുക്രി തെയ്യം, ഉമ്മച്ചി തെയ്യം എന്നൊക്കെ പറയുന്ന തെയ്യങ്ങളുണ്ട്. ബാങ്ക് കൊടുത്തുകൊണ്ടാണ് പിന്നെ ഒരു തെയ്യം വരുന്നത്. അതേപോലെ ചെവിയിൽ ബാങ്ക് കൊടുത്തുകൊണ്ട് വരുന്നു. നിസ്കരിക്കുന്നതിന് മുമ്പ് അംഗസ്നാനം ഒതു എടുക്കുന്നത് പോലെ ഒതു ചെയ്തുകൊണ്ട് വരുന്ന തെയ്യങ്ങളുണ്ട്. നിങ്ങൾ മലപ്പുറത്തേക്ക് പോകൂ, അവിടെ മമ്പുറം തങ്ങൾ കുടിയിരുത്തിയ ഭഗവതി പോലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്, കേരളീയ സംസ്കാരം എന്ന് പറയുന്നത് അത് കൊടുക്കൽ വാങ്ങലുകളുടേതാണ്, കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെതാണ്. അത് ചുരുക്കി കെട്ടേണ്ടതല്ല. അപ്പോ ഞാൻ പറയുന്നത് ഏകസ്വരത അല്ലെങ്കിൽ ഏക പാഠം പറയുമ്പോൾ അതിന്റെ പ്ലൂരാലിറ്റി കൊണ്ട്, അതിന്റെ ബഹുസ്വരത കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനെ ചേർത്ത് വെക്കാൻ പറ്റും. അത് രാമായണങ്ങളോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. വളരെ വ്യക്തമാണ് സാർ താങ്കളുടെ മറുപടി. നമുക്ക് കുറെ ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതായുമുണ്ട്, സമയത്ത് പറയാം. മഹാഭാരതത്തിന്റെ പ്രാദേശിക വാമൊഴി രൂപമാണ് പാലക്കാട് ജില്ലയിലെ പറയ സമൂഹം പാടി വരുന്ന മാവരാതം പാട്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊരു വലിയ ഉത്തരമായി പോയേക്കും, എങ്കിലും ഒന്ന് ചെറുതായി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സംഗീത കേവിയാണ് സംഗീത. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ എന്ന് തന്നെയാണ് നമ്മുടെ ടോപ്പിക്ക് പോലും, പക്ഷെ ഞാൻ രാമായണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയില് പക്ഷെ രാമായണത്തിന് കിട്ടിയ ഒരു വ്യാപനം മഹാഭാരതത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എങ്കിലും ഇപ്പോ ഇവിടെ ഞാൻ ഒരു ചോദ്യം കാണുന്നുണ്ട്, എഴുതി വെച്ച ചോദ്യം. പിന്നെ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? തെക്കൻ കേരളത്തിലുണ്ട്. അവിടെ കൊല്ലം ജില്ലയിൽ കാണുന്നത് മഹാഭാരത കഥകളാണ് നാടോടിയായിട്ടുള്ളത്. ഞാനത് എൻ്റെ ഒരു പുസ്തകമായിട്ട് തന്നെ എൻ്റെ PhD ഭാഗമായി ഞാൻ കളക്ട് ചെയ്തതിൽ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന നിലക്ക്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു പുസ്തകം കൂടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മഹാഭാരതത്തിന്റെ വാമൊഴി പാരമ്പര്യം. ഞാൻ കൊല്ലം ജില്ലയിലാണ് അത് കൂടുതൽ കണ്ടത്. വയനാട് ജില്ലയിൽ മഹാഭാരതത്തിന്റെ വാമൊഴി കഥകൾ വരുന്നുണ്ട്. രസകരമാണ്. ഇപ്പൊ മഹാഭാരതം എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. പാലക്കാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടില് പിന്നെ ബാണാസുരൻ എന്ന കോട്ടയുണ്ട്, ബാണാസുര മലയുണ്ട്. അവിടെ കുറെ കഥകളുണ്ട്. പക്ഷെ അതിൽ വരുന്നത് മഹാഭാരത കഥയാണ്. കൃഷ്ണൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. കൃഷ്ണനും ബാണനും തമ്മിലുള്ള യുദ്ധം അവിടെ നടക്കുന്നത്. ഞാൻ ആ മലയുടെ തൊട്ട് താഴെയാണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടെ നിന്നുള്ള തണുത്ത കാറ്റാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ എന്താ പറയാ, കുന്തിപ്പുഴയുണ്ട്. ഇങ്ങനെ കഥകളിൽ മഹാഭാരതം ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പാലക്കാട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത് തീർച്ചയായിട്ടും മഹാഭാരതത്തിന്റെ എന്താ പറയാ മറ്റൊരു പാഠഭേദം തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള വേറെയും പാഠങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മഹാഭാരതത്തിന്റെ റിട്ടേൺ ആയിട്ടുള്ള കീഴാള സമുദായങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വീട്ടിൽ പറയുന്നില്ല. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംക്ഷിപ്തമായിട്ട് പറയാം. ഒരു ചോദ്യം അനിത ഹരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നാടോടി കലാപാരമ്പര്യങ്ങളിൽ തെക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അർജുന നൃത്തം പോലെയുള്ളവ ഉണ്ടല്ലോ. ഇവയിലെല്ലാം ഇതിഹാസങ്ങളുടെ പാഠഭേദങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത്? അല്ല, ഞാനത് ഇപ്പൊ സൂചിപ്പിച്ചു. പിന്നെ കൊല്ലം ജില്ലയിലാണ് ഞാനത് കണ്ടത്. ആ പറഞ്ഞ സംഭവമൊക്കെ എന്റെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ 5 വർഷം ഈ മേഖലയിൽ തന്നെയായിരുന്നു എന്റെ വായനയും ഇതൊക്കെ പ്രവർത്തനങ്ങളെ. അപ്പോ കൊല്ലം ജില്ലയിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ അർജുനൻ വരുന്നുണ്ട്. അർജുനൻ പാറ എന്നൊക്കെ പറയുന്ന ചില സംഭവമൊക്കെ ഉണ്ട്. ചില ഈ നമുക്ക് ദുരൂഹമായി തോന്നുന്ന കാര്യങ്ങള്, ഉത്തരം കിട്ടാത്ത കാര്യങ്ങള്. അപ്പോ അതിനൊക്കെ തന്നെ ഫോക്ക് സമൂഹം ഓരോ ഉത്തരങ്ങൾ കണ്ടെത്തും.
ഇപ്പോ വയനാട്ടിൽ സീതാദേവി ഭൂമിയിൽ താണുപോയ സ്ഥലം എന്ന് പറയുന്ന ഒരു ജഡയറ്റ കാവ് എന്നൊരു ഒരു ക്ഷേത്രമുണ്ട്, പുൽപ്പള്ളിയാണ്. അവിടുത്തെ മിത്ത്, ആ ക്ഷേത്രത്തിലെ മിത്ത് സീതാദേവി ഇവിടെയാണ് അന്തർദാനം ചെയ്തത് എന്നാണ്. അപ്പൊ ഞാൻ അവിടെയുള്ള പ്രായമുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50 കാലത്ത് 1950കളിലൊക്കെ നല്ല വെയിലുള്ള കാലത്ത്, വേനൽക്കാലത്ത് വയൽ വിണ്ട് കയറും, വലിയ തോതിൽ വിണ്ട് കയറും. ചെറിയ ജീവികളൊക്കെ അതിൽ വീണാൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരും. അതിന് ചുറ്റും ദർഭപ്പുല്ലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അബോധത്തിലുള്ള മിത്ത് സീതയുടെ അന്തർധാനാണ്. അപ്പൊ ഈ മിത്തിനെ അവിടെ കണക്ട് ചെയ്യും. ഒരു മിത്ത് ഒരു സ്ഥലത്ത് സൃഷ്ടിക്കപ്പെട്ടാൽ അതിന്റെ ചുറ്റും മറ്റു മിത്തുകളും വരും. ഇപ്പൊ പുൽപ്പള്ളിക്കടുത്ത് വാൽമീകി ആശ്രമമുണ്ട്. വാൽമീകി ആശ്രമം കൊല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആശ്രമം കൊല്ലിയിലുള്ള കഥ അനുസരിച്ച് ഞാനൊരു അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും എന്റെ പുസ്തകം കാണണം നിർബന്ധമില്ലല്ലോ. ഇതാണ് വാൽമീകി ആശ്രമം. ഈ ഫോട്ടോ കാണുന്നുണ്ടാവും ഞാൻ കരുതുന്നു. കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ട് പക്ഷേ. ഓക്കെ, ഇതാണ് വാൽമീകി ആശ്രമം. ഇങ്ങനെ ഒരു വാൽമീകി ആശ്രമമാണ് ഞാൻ 2003 PhD ചെയ്യുമ്പോൾ അവിടെ ഉള്ളത്. അന്ന് എടുത്ത ഫോട്ടോ ആണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ കർണാടകയിൽ നിന്ന് വന്ന കുറച്ച് ഗവേഷക വിദ്യാർത്ഥികളുടെ കൂടെ, മലയാളികളല്ലാത്ത വിദ്യാർത്ഥികളുടെ കൂടെ, എന്റെ ഈ ടെക്സ്റ്റ് ചില യൂണിവേഴ്സിറ്റികളൊക്കെ ടെക്സ്റ്റ് ആയിട്ടുണ്ട് ഇതിലുള്ള ചില ഭാഗങ്ങൾ. അപ്പൊ അവര് വന്നപ്പോ അവരുടെ കൂടെ വണ്ടിയിൽ ഈ പ്രദേശത്ത് പോയപ്പോൾ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കുന്നത്. അപ്പോ അവിടെ കണ്ടത് അതിന്റെ താഴെ മുമ്പില്ലാത്ത ഒരു പുതിയ ബിൽഡിംഗ് കണ്ടു. അത് വാൽമീകി ആശ്രമം ഭജനമഠാണ്. അത് മുമ്പില്ല. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ കോവിൽ സ്ഥാപിക്കുന്നുണ്ട്. കാരണം വാൽമീകി ആശ്രമം ഉണ്ടായാൽ അതിന്റെ തൊട്ടടുത്ത് ഹനുമാൻ കോവിൽ വേണം. ഇത് സത്യത്തിൽ ഓച്ചിറയിൽ നിന്ന് വന്ന ഒരാൾ, കൊല്ലത്ത് നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അദ്ദേഹം തുടങ്ങിയ ഒരു കെട്ടിടാണത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓഡിയോ ഇപ്പോഴും എന്റെ കയ്യിൽ വേണമെങ്കിൽ കാണും. പക്ഷെ ഇപ്പോ പുതിയ പുതിയ മിത്തുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപകടകരമായ മിത്തുകളും വരുന്നുണ്ട്. അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ പ്രധാനമന്ത്രി JNUവിലെ അല്ലെങ്കിൽ ഗവേഷകനായ, രാമായണത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരു ഗവേഷകനോട് ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ ഈയിടെ കേട്ടു. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം ഒരു പ്രഭാഷണത്തിന് പോയപ്പോ, രാമ ഇൻ ദ ഹിൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഗവേഷകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാമൻ പോയ റൂട്ടിലൂടെ ഒരു മാപ്പ് വരക്കാനാണെന്ന്. നിങ്ങൾ നോക്കുക, മിത്തിനെ ചരിത്രമാക്കുകയാണ്. അങ്ങനെ രാമൻ പോയ റൂട്ട് വരക്കാൻ തുടങ്ങിയാൽ അത് ഏതിന്റെ ഉള്ളിലൂടെയൊക്കെ പോയിരിക്കും? എത്ര പള്ളികളുടെ ഉള്ളിലൂടെ പോകും? എത്ര ചർച്ചുകളുടെ ഉള്ളിലൂടെ പോകും? അത് തീർച്ചയായിട്ടും വലിയ പ്രശ്നം തന്നെയാണ്. KN പണിക്കർ പറയുന്നുണ്ട്, മിത്തും ചരിത്രവും രണ്ടാണ്. മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്ന്. അതുകൊണ്ട് മിത്തിനെ മിത്തായി കാണുക. അതിനെ ഒരുപക്ഷെ അതിൽ ചരിത്ര സ്രോതസ്സുകൾ ഉണ്ടാവാം. അതിനെ തീർച്ചയായിട്ടും ചരിത്രവൽക്കരിക്കുമ്പോൾ അത് ധാരാളം പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട്ടിനെ എത്തിക്കും. ഞാൻ കമ്പന്റെ ഒരു വാചകം കൂടി കോട്ട് ചെയ്യാം. കമ്പരാമായണത്തിൽ പറയുന്നുണ്ട്, ഇറ്റ് സ്പ്രെഡ്സ് ഈസിയസ്ലി വാരിയസ് വൺ ആൻഡ് മെനി അറ്റ് വൺസ് എന്ന് പറയുന്നുണ്ട് കമ്പൻ. ഓക്കെ, ഒരു ചോദ്യം കൂടി. ധന്യ PS എന്ന് പറയുന്ന ഒരാളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി തോന്നി. രാമായണത്തിന്റെ പുതിയതരം വായനകൾ എന്ന നിലയ്ക്ക് ജനപ്രിയതയുടെ വിവിധ ഘടകങ്ങൾ ചേർത്ത് അമീഷ് എന്ന വ്യക്തിയുടെ ഇംഗ്ലീഷ് നോവൽ പുറത്തിറങ്ങിയുണ്ടായി. പുതിയ കാലത്തെ ഇത്തരം ജനപ്രിയതയെ മാത്രം ലക്ഷ്യം വെക്കുകയും ഹൈന്ദവ അജണ്ടകളെ ഒളിച്ചു കടത്തുകയും ചെയ്യുന്ന രാമായണ പുനരാഖ്യാനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാമായണത്തിന് നോവൽ, കവിത, നാടകം, ചിത്രകല ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ധാരാളം ആഖ്യാനങ്ങൾ ഇന്ത്യയിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. കാളിദാസന്റെ മുതൽ നമുക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ വളരെ പ്രാചീന കാലം മുതൽക്കേയുള്ള നിരവധി ആഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്കൃതത്തിലും ഇന്ത്യൻ ഭാഷകളിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അതിന്റെ ഒരു സൗന്ദര്യ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളതാണ്. അതിന്റെ അനുഭൂതി ആവാഹിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു ടെക്സ്റ്റിന് ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു എന്താ പറയാ, ഒരു പുതുമയുള്ള കാര്യമല്ല. മഹാഭാരതത്തിനും ഇതേപോലെ മലയാളത്തിൽ ഒന്നിലേറെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഉറങ്ങട്ടെ, അതേപോലെ രണ്ടാം ഊഴം, പലതും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അംബീഷിന്റെ ഞാനത് വായിച്ചിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഒരു നോവൽ ഉണ്ടായെങ്കിൽ അതിലൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു അജണ്ട കടത്തി വിടുന്നുണ്ടെങ്കിൽ, ഇതിൽ സൂചിപ്പിച്ചതുപോലെ വർഗീയവൽക്കരണത്തിന് സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വർഗീയ ശക്തികൾ പറയുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കുന്നുണ്ടെങ്കിൽ, ചുരുക്കുക എന്ന് ഞാൻ പറയാ, അത് അപകടകരമാണ്. ഇപ്പോ 1993 കാഠ്മണ്ഡുവിൽ വെച്ചൊരു സാഹിത്യ സമ്മേളനം നടന്നു, ഒരു ചരിത്ര കോൺഫറൻസ് കൂടിയാണ്. അതിൽ റോമിള താപ്പർ പങ്കെടുത്തപ്പോ പാകിസ്ഥാനിലെ പ്രമുഖനായ ഒരു നോവലിസ്റ്റ്, കവി കൂടിയാണ്,
ഇംതിസാർ ഹുസൈൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം താപ്പർ കോട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളുടെ മനസ്സിൽ രാമായണം എന്നത് വിസ്തൃതമായ ഒരു ലോകത്ത് നടക്കുന്ന ഒരു മനോഹരമായ വലിയൊരു കഥയായിരുന്നു. ആ കഥയെ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ തകർക്കലിലൂടെ ഒരു സ്ഥലത്തേക്ക് ചുരുക്കി അതോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള മാപ്പ് മാറ്റി വരയ്ക്കേണ്ടി വന്നു എന്ന് ഇംതിസാർ ഹുസൈൻ എന്ന നോവലിസ്റ്റ് കവി പറയുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് അജണ്ടകൾ വെച്ചുകൊണ്ട് ഇതേപോലെ അല്ല മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തം അതിന്റെ പുനരാഖ്യാനങ്ങളിലൊന്നും ഒരു തെറ്റുമില്ല. അത് എല്ലാവരുടെയും ഫ്രീഡാണ്. ഒരു കൃതിക്ക് അനേകം പാഠങ്ങൾ ഉണ്ടാവുന്നു എന്നത് ഒരു കൃതിയുടെ സാധ്യതയാണ് കാണിക്കുന്നത്, രാമായണത്തിന്റെ സാധ്യതയാണത്. അത് ഒന്നിലേക്ക് ചുരുക്കലല്ല. പക്ഷെ അതിന്റെ പിന്നിൽ അജണ്ടകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്ന് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓക്കെ മാഷെ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ പരിമിതി പോലെ നമ്മളിവിടെ ഈ ചോദ്യമൊക്കെ എവിടെയാ വരുന്നത് ഞാൻ കാണുന്നില്ല. ആ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീടെങ്കിലും മറുപടി പറയായിരുന്നു. അതെ, ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ശേഷം ഒരുപക്ഷെ ആ ചോദ്യങ്ങൾ താങ്കൾക്ക് അയച്ചു തരാനോ അല്ലെങ്കിൽ താങ്കളുടെ പ്രതികരണം അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചോദ്യം ഉന്നയിച്ചവർക്ക് കൊടുക്കാനോ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും തോന്നുന്നു. അതുപോലെ പക്ഷേ സലാമും അവരാണത് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. എന്തായാലും വളരെ വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ രസകരമായ രീതിയിലും എന്നാൽ ആഴത്തിലും ഒരൊറ്റ കാര്യം ഇവിടെ ഇടയിൽ ഇവിടെ ഒരു ചോദ്യം ഞാൻ ഇപ്പൊ കണ്ടു. ശ്രീലങ്കയുമായി രാമായണത്തിലെ ലങ്കയ്ക്ക് നേരിട്ട് ബന്ധമില്ല എന്നൊരു സൂചന നൽകിയല്ലോ, രാമസേതു എന്ന പാലത്തെ കുറിച്ച് പറയാമോ? ഒരൊറ്റ ചോദ്യം കൂടി, കാരണം അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയതുമാണ് രാമസേതു എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കറിയാം, ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ എല്ലാറ്റിനും ആശ്രയിക്കുന്നത് ഇന്ത്യയിലെ രാമായണ പണ്ഡിതന്മാരെയാണ്, അതേപോലെ തന്നെ പുരാവസ്തു ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളെയാണ്. ആ രംഗത്ത് HD സംഘാരിയയുടെ രാമായണ പഠനങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇത് മധ്യപ്രദേശിലെ 2 ജാതികൾക്കിടയിൽ നടന്ന കഥയാണെന്നാണ്. ഇന്നത്തെ ലങ്കയായിട്ട് അതിനൊരു ബന്ധവുമില്ല എന്നാണ്. അപ്പോ ഈ ലങ്കയിലേക്ക് പോകുമ്പോൾ അവിടെ പാലം പണിതു എന്നുള്ളതാണ് ഒരു കഥ. അപ്പോ ഇത് ഒരു രാമായണത്തിലെ വാദമാണ്, വാൽമീകി രാമായണത്തിലെ മാത്രമാണ്. വേറൊരു രാമായണത്തിൽ പറയുന്നത് രാമനും സംഘവും സമുദ്രതീരത്ത് പോയി നിന്നു. അപ്പോ രാമന്റെ കണ്ണിൽ നിന്ന് കോപാഗ്നി പോയി, എന്നിട്ട് ആ വെള്ളം മുഴുവൻ നീരാവിയായി പോയി. അതിനുശേഷം രാമനും സംഘവും നടന്ന് കയറി അങ്ങോട്ട് പോയി എന്നാണ് ഒരു പാഠം. മറ്റൊന്ന് പുഷ്പക വിമാനത്തിലാണ് അങ്ങോട്ട് പോയത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതേപോലെ തന്നെ ഹനുമാൻ അപ്പുറത്ത് പോയിട്ട് വാല് നീട്ടിക്കൊടുത്തു, ആ വാല് പിടിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയത് എന്ന് പറയുന്ന കഥകളുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിൽ ഒരിക്കലും രാമായണമല്ല ഉള്ളത്, രാമായണങ്ങളാണ്. ഇത് ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് ക്ലാസ് റൂമിൽ പലപ്പോഴും ഒരു കഥ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരു കഥ പറയുമ്പോൾ അനേകം കഥകൾ മനസ്സിലേക്ക് വരും. ഇപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഞാൻ കാണുന്നത്. ലങ്കയെ കുറിച്ചുള്ള വിവിധ ആഖ്യാനങ്ങൾ വിവിധ രാമായണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ലങ്കയുടെ ഒരു അശോകന്റെ പീരീഡിൽ ഉള്ള മാപ്പുകൾ നിങ്ങൾ നോക്കുക, വേൾഡ് ഹിസ്റ്ററി ബുക്കിലൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ലങ്കയുടെ പേര് താമ്രപർണി എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലും മുമ്പ് ഉപയോഗിച്ച് കാണുന്നത്. ഈ ശ്രീലങ്ക എന്ന വാക്കൊക്കെ വളരെ പിന്നീട് ഉണ്ടായ ഒരു പേര് മാത്രമാണ്. അതുകൊണ്ട് ആ ലങ്കയും ഈ ലങ്കയും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് കടക്കാഞ്ഞത്. കാരണം ഈ പറയുന്ന പോലെ ചരിത്ര പണ്ഡിതന്മാരെയും അത്തരം ആൾക്കാരെയും ഉപജീവിച്ചുകൊണ്ട് ഒരു പ്രഭാഷണത്തിൽ അങ്ങനെ ഒരു ചോദ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് അത്തരത്തിലാണ്, അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയത്. എന്തായാലും നിരവധി ചോദ്യങ്ങൾ ഈ വന്നിട്ടുണ്ട്. ചോദ്യം ചോദിച്ച എല്ലാ വ്യക്തികളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി അത് ഇവിടെ അവതരിപ്പിക്കണമെന്നും മറുപടി തരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സമയപരിമിതി കൊണ്ടാണ് അത് നടക്കുന്നത്. എന്തായാലും ഇത്രയും വിശാലമായ ഒരു വിഷയത്തെ അവതരിപ്പിക്കുകയും അതിനെ വളരെ ഗഹനമായ രീതിയിൽ തന്നെ ശ്രോതാക്കൾക്കും മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത മാഷിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വെബിനാറിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി സംഘാടകർക്ക് കൈമാറും. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഡോക്ടർ അസീസ് തരുവണയുടേത്. ഏറ്റവും സജീവമായ ഇടപെടലുകളും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴും ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഏകദേശം 50ഓളം ആളുകൾ ഈ വെബിനാറിലും അസീസ് മാഷയുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം
നമ്മുടെ സമയം മാത്രമല്ല, നമ്മുടെ ഡാറ്റയ്ക്കും പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് രണ്ടും സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഒരു കോവിഡ് കാലത്തുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങൾ അസീസ് മാഷ് ഞാൻ PDF ആയിട്ട് തരാം. പറ്റുമെങ്കിൽ അതിനൊന്ന് ഉത്തരം നൽകിയാൽ നമ്മൾ ആ ഗ്രൂപ്പുകളിലേക്ക്, ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും വളരെ മനോഹരമായ ഈ ഒരു ടോക്കിനെ സംബന്ധിച്ച് അത് വളരെ മനോഹരമായി നടത്തിയ ഫറൂഖ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ അസീസ് തരുണയ്ക്ക് അല്ലമിൻ കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ ലിറ്റ്ഫോക്ക് 2020 പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.